ഓക്കെ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് നോക്കാൻ പോകുന്ന ക്യാൻഡിൽ സ്റ്റിക്സിന് ചാർട്ടിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സബ്ജക്റ്റ് ആണ്. എന്നൊക്കെ നല്ലതായിട്ട് പ്രൈസ് ആക്ഷനിൽ നിങ്ങളെല്ലാം പുലികളാണ്. അപ്പൊ എനിക്കൂടെ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ചാർട്ട് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചാർട്ട് ടൈപ്പ് ആണ് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട്. യൂഷ്വലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാർട്ടിൽ തന്നെ നമുക്കൊരു 3 ഡയമെൻഷണൽ വ്യൂ കിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്പൺ അറിയാൻ പറ്റും, ക്ലോസ് ചെയ്ത് എവിടാന്ന് അറിയാൻ പറ്റും, ഹൈ എവിടാന്ന് അറിയാൻ പറ്റും, ലോ എവിടാന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ ഒരു ബോഡി രണ്ട് വിക്ക് മേളിലും താഴെയും വിക്കൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത് ക്യാൻഡിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ട് ക്യാൻഡിൽ സ്റ്റിക്സ് ഫോം ചെയ്തത്. എനിക്കൊന്ന് ജാപ്പനീസുകാരാണ് 100-300 വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പൊ ഇതിന്റെ മേലത്തെ നമ്മുടെ മെഴുകുതിരിയുടെ ഇതും മെഴുകുതിരിയുടെ തിരിയുമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് വിക്കെന്ന് പറയും മേളിലുള്ള ഭാഗം. അത് ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ മേളിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ ഓപ്പൺ ക്ലോസ് പറയുന്നത്. അതായത് മേളിൽ ഓപ്പൺ ചെയ്ത് താഴെ ക്ലോസ് ചെയ്യും. അപ്പൊ മേളിൽ ഏറ്റവും മേളിലുള്ള വിക്കിന്റെ ടോപ്പ് ആയിരിക്കും ഹൈ, വിക്കിന്റെ താഴെ ഏറ്റവും ലോയിൽ വരെ പോകുന്നതായിരിക്കും ലോ എന്ന് പറയുന്നത്. ഇപ്പൊ തിരിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് അടിച്ച് താഴോട്ടാക്കുമെന്ന്. അപ്പൊ മേളിൽ നിന്ന് താഴോട്ടാണ് ഓൾവേസ് സെല്ലേഴ്സ് അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ബുള്ളിഷ് ആണ് ഞാൻ പറഞ്ഞത് കൊമ്പൗണ്ട് കുത്തി മേലോട്ട് കയറുന്നത്, ബുള്ള് കൊമ്പൗണ്ട് കുത്തി മേലോട്ട് കയറുന്ന ഒരു കൺസെപ്റ്റിലാണ് ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ബുള്ളിഷിൽ ഓപ്പൺ താഴെ ആയിരിക്കും, മേളിൽ ക്ലോസ് ചെയ്യും. അപ്പം അതിൽ നിന്ന് മേലോട്ട് പോവാണെങ്കിൽ ഹൈ ആയിരിക്കും. ഈ ഹൈയിലും ക്ലോസിനും ഇടയ്ക്കുള്ള ഈ വിക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നതാണ്, താഴോട്ട് സെല്ലേഴ്സ് അടിച്ചിതാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ വിക്ക് വരുന്നത്. ഇവിടെ താഴേന്ന് മേലോട്ട് ബയേഴ്സ് കുത്തിപ്പൊക്കുന്നതുകൊണ്ടാണ് ഈ വിക്ക് താഴത്തെ വിക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ലോ വന്നിട്ട് ലോയിൽ നിന്ന് പ്രൈസ് ബയേഴ്സ് തള്ളി മേളിൽ കയറ്റി. അതുകൊണ്ടാണ് ഇവിടെ ക്ലോസ് ചെയ്യേണ്ടി വന്നത് 40-ല്. 35-ല് വരെ വന്നതാണ്, പക്ഷെ ബയേഴ്സിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് 40 കൊണ്ടുപോയി ക്ലോസ് ചെയ്ത്. ഇവിടെ തിരിച്ച് 65 വരെ പോയത് സെല്ലേഴ്സിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് 60 കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. അപ്പൊ ഇത് ബോഡി, ഇത് രണ്ടും വിക്ക്. അപ്പൊ ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ബാർ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് നമുക്ക് ഏത് ടൈം ഫ്രെയിമിലും വ്യൂ ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് വേണമെങ്കിലും നമുക്ക് നോക്കാം, 2 മിനിറ്റ് വേണം, 5 മിനിറ്റ് വേണം, 10 മിനിറ്റ് വേണം, 1 അവറിൽ വേണം, 1 ഡേയിൽ വേണമെങ്കിൽ നോക്കാം. മറ്റു ചാർട്ടുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതുകൂടെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ ഒറ്റ ചാർട്ടിൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു ഈ ക്യാൻഡിലിനകത്ത് നമ്മളിപ്പോ നേരത്തെ ഗോ ചാർട്ടിങ്ങിനകത്ത് നമ്മൾ പറയത്തില്ല ക്യാൻഡിലിനകത്ത് നടന്ന ബിസിനസ്സുകളുടെ ഇതറിയാം, അതിന്റെ ഒരു പെർസെന്റേജ് വെച്ചിട്ടാണ് ഈ കളർ ഫോം ആവുന്നത്. ഇപ്പൊ അതിനകത്ത് സെല്ലേഴ്സ് ആണ് കൂടുതൽ, സെല്ലേഴ്സിന്റെ ഡോമിനേഷൻ ആണെങ്കിൽ റെഡ് കളർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, ബയേഴ്സിന്റെ ഡോമിനേഷൻ ആണെങ്കിൽ അത് ഗ്രീൻ കളർ. എന്ന് വെച്ചാൽ ബയേഴ്സ് ആണ് പ്രൈസിനെ മേലോട്ട് കൊണ്ടുവന്നത്, അപ്പൊ അത് ഗ്രീൻ ആയിട്ട് വരും. സെല്ലേഴ്സിന് റെഡ് കളർ ആയിട്ട് കാണാം. പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കമ്പ്യൂട്ടർ ഉള്ളപ്പോൾ ഇത് വൈറ്റും ബ്ലാക്കും ആയിരുന്നു, റെഡ് ബ്ലാക്കും ഗ്രീൻ വൈറ്റും ആയിരുന്നു. അതാണ് ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ഒരു ബെനിഫിറ്റ്, ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ഒരു ഹൈലൈറ്റ്. ക്ലിയർ ആയില്ലേ? അത് ക്ലിയർ അല്ലേ? അവിടെ ഏകദേശം ഒരു 10,000 ക്യാൻഡിൽ ടൈപ്പുകളുണ്ട്. ഞാൻ ഒന്നും പോകുന്നില്ല, ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5-6 ടൈപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ഇതെല്ലാം നോക്കിയിട്ടൊന്നും പഠിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു ക്യാൻഡിലാണ് ഡോജി. ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനവും ഇല്ല. ഓക്കെ, വെറും ഡംപ് ക്യാൻഡിലാണ്. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിൽ വന്നിട്ട് ബയറും സെല്ലറും തമ്മിലുള്ള ഭയങ്കരമായിട്ടൊരു വടംവലി നടക്കുകയാണ്. അപ്പൊ രണ്ടുപേരുടെയും പ്രഷർ ഒരേപോലാണ്. അപ്പൊ 2 ടൈപ്പിൽ ഡോജി വരുന്നുണ്ട്. അല്ല, 2 ടൈപ്പല്ല, പല ടൈപ്പിൽ ഡോജി വരുന്നുണ്ട്. ഇപ്പം സ്റ്റാൻഡേർഡ് ഡോജി, ഇപ്പൊ ഇത് കണ്ടു, ഇത് സെന്ററിലാണ് വന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഇത് കാണാൻ പോലും പറ്റിയെന്നിരിക്കത്തില്ല, അത്രയ്ക്ക് നാരോ ആയിരിക്കും. എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസും ക്ലോസ് ചെയ്യുന്ന പ്രൈസും സെയിം ആയിരിക്കും. അതായത് മേളിൽ നിന്ന് സെല്ലറും പുഷ് ചെയ്യുന്നുണ്ട്, താഴെ നിന്ന് ബയറും പുഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടുപേരോട് വന്നിട്ട് ഒരു മിഡിലിൽ വന്നിട്ട് ക്ലോസ് ചെയ്യും. അപ്പം അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിസിഷൻ ആണ്. എന്ന് വെച്ചാൽ രണ്ടുപേരും ഈക്വലി സ്ട്രെങ്ത് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഡോജി ഫോം ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ഡോജി എന്ന് പറഞ്ഞാൽ ലോങ് ലെഗ് ഡോജിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ലോങ് ലെഗ് ഡോജി യൂഷ്വലി ഹൈലി വോളറ്റൈൽ ഉള്ള മാർക്കറ്റിലായതുകൊണ്ടാണ് ഇത്രയും ലോങ് ലെഗ്ഡ് ആയിട്ട് ഡോജി ഫോം ചെയ്യുന്നത്. അതായത് പ്രൈസ് അത്രയും മുകളിലോട്ട് പോകുന്നു, അത്രയും താഴോട്ട് വരുന്നു. ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര വോളറ്റൈൽ അല്ലായിരുന്നു. അപ്പൊ പ്രൈസ് നല്ലതായിട്ട് അപ്പും പോകുന്നുണ്ട്, പ്രൈസ് നല്ലതായിട്ട് താഴോട്ടും വരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ലോങ് ലെഗ്ഡ് ഡോജി ഫോം ചെയ്യുന്നത്. അത് ഒരു വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിലാണ് ലോങ് ലെഗ് ഡോജി ഫോം ചെയ്യുന്നത്. ഗ്രേവ് സ്റ്റോൺ ഡോജി ആണെങ്കിൽ ഇതും ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നെയാണ്. ഇതും ഒരു ട്രെൻഡ് റിവേഴ്സലിൽ ബോട്ടത്തിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ തന്നെ വരുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങോട്ടാണ് ട്രെൻഡ് പോകുന്നതെന്ന്. ട്രെൻഡ് അവിടെ വന്നിട്ട് പിന്നെ ഫർദർ ഡിസൈഡ് ചെയ്യും. അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഈ ഡോജി. ഗ്രേവ് സ്റ്റോൺ ഡോജി ആയാലും ഡ്രാഗൺ ഫ്ലൈ ഡോജി ആയാലും. പിന്നെ ഇനി ഫോർ പ്രൈസ് ഡോജി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഈ വരം മാത്രം കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒട്ടും വോളിയം ഇല്ല. അതുകൊണ്ടാണ് ഈ ഫോർ പ്രൈസ്ഡ് ഡോജി ഫോം ചെയ്യുന്നത്. ഇതിന് വിക്ക് ഇല്ല. വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ബയേഴ്സും ഇല്ല, കാര്യമായിട്ട് സെല്ലേഴ്സും ഇല്ല. വെരി ഫ്യൂ. വോളിയം ഒരുപാട് കുറവായതുകൊണ്ടാണ് ഈ ടൈപ്പ് ഡോജി ഫോം ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ട്രെൻഡില് ഡോജി കാണുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ ഇറങ്ങുക. കാര്യം എന്ന് പറഞ്ഞാൽ ട്രെൻഡ് അവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും മാറാം. അതൊരു ഇൻഡിസിഷൻ ഏരിയ ആണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്കുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഞാനൊരു ബുക്ക് അയച്ചായിരുന്നല്ലോ ഡോജിയുടെ, അല്ല ഈ ക്യാൻഡിൽസിന്റെ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അതിനകത്ത് ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ട്. ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് പിക്ക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത് സ്ലൈഡ്സ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് പോകാന്നെങ്കിൽ ഈ ഡോജിയുടെ തന്നെ വേറൊരു ഫോർമാറ്റ് ആണ് ഹാങ്ങിങ് മാൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് മോളില് ഇതുപോലെ കാണുകയാണെങ്കിൽ അതിനെ ഹാങ്ങിങ് മാൻ എന്ന് പറയും. അത് ഒന്നിൽ ചെറിയ വിക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒട്ടും വിക്ക് ഉണ്ടാവില്ല. താഴത്തെ വിക്ക് ഓൾവേസ് ഡബിൾ ആയിരിക്കും. താഴത്തെ വിക്ക് ഓൾവേസ് ഡബിൾ ആയിരിക്കും. ഇതിന്റെ ലെങ്ത് ഈ ബോഡിയുടെ ഡബിൾ ആയിരിക്കും താഴത്തെ വിക്ക്. ഇങ്ങനെയുള്ളതിനെ ഹാങ്ങിങ്. ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഒരാളെ തൂക്കി ഇട്ടിരിക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ഫോം ചെയ്യുന്നത് നമ്മുടെ ഒരു അപ് ട്രെൻഡിന്റെ മുകളിലായിരിക്കും. അപ് ട്രെൻഡിന്റെ മുകളിൽ ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഇതിന്റെ കളർ ഇറസ്പെക്റ്റീവ് ആണ്. ഏത് കളർ വേണമെങ്കിലും വരാം. കളർ ഇറസ്പെക്റ്റീവ് ആണ്. ഇപ്പൊ റെഡ് വന്നാലും ഗ്രീൻ വന്നാലും അത് ഹാങ്ങിങ് മാൻ തന്നെയാണ്. അത് യൂഷ്വലി മുകളിലാണ്, ഒരു ട്രെൻഡിന്റെ ടോപ്പിലാണ് ഇത് ഫോം ചെയ്യുന്നത്. അവിടുന്ന് ട്രെൻഡ് റിവേഴ്സലാണ് യൂഷ്വലി ഹാങ്ങിങ് മാൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇത് ഹാങ്ങിങ് മാനും ഇനി വേറെ ഫോർമാറ്റുണ്ട് ഹാമറും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രീനും റെഡും തമ്മിൽ വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. വോളിയം ഡെപ്തും ഉള്ള മാർക്കറ്റിലാണ് ഇത് യൂഷ്വലി കാണുന്നത്. ഇത് ഫോറക്സിലൊക്കെ ഒരുപാട് വരാറുണ്ട്. അപ്പൊ ഇതാണ് ഹാങ്ങിങ് മാൻ പാറ്റേൺ. ഒരു അപ് ട്രെൻഡിന്റെ മേളിലാണ് നിങ്ങൾ ഇത് നോക്കേണ്ടത്. അപ്പൊ അല്ലാതെ താഴെ ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും അതിന് വലിയ ഇത് കൊടുക്കണ്ട. അതൊരു ഇൻഡിസിഷൻ ഏരിയ മാത്രമേ വരത്തുള്ളൂ. പക്ഷെ അപ് ട്രെൻഡിന്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ട് ഒരു റിവേഴ്സൽ ആവും. ഇതൊന്നൊരു റിവേഴ്സൽ, ഒരു ബെയറിഷ് ഇൻഡിക്കേഷൻ ക്യാൻഡിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അടുത്തതാണ് ഹാമർ. ഹാമറും സെയിം ആണ്, പക്ഷെ ഹാമറിന് ഒട്ടും വിക്കില്ല. പക്ഷെ ഈ ഹാമർ സെയിം ഹാങ്ങിങ് മാൻ കണക്കാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമർ ഫോം ചെയ്യുന്ന താഴെയാണ്. ഇപ്പൊ താഴെ ഞാൻ പറഞ്ഞില്ലേ, കാണുവാണെങ്കിൽ ഹാമർ ആണ് വരുന്നത്. ഇത് ഒരു ഇൻഡിക്കേഷൻ, ഇത് ഒരു ട്രെൻഡിന്റെ താഴെ ഫോം ചെയ്യുകയാണെങ്കിൽ അത് ഹാമർ ആണ്. അവിടുന്ന് ട്രെൻഡ് റിവേഴ്സ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ ഹാങ്ങിങ് മാൻ മാതിരിയുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ വിക്കില്ലാതെ വരുവാണെങ്കിൽ അത് ഹാമർ എന്ന് പറയും. കാര്യം നമ്മള് ഹാമർ നമുക്ക് അറിയാലോ, ചുറ്റിക എന്ന് പറയാമല്ലോ, പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. അപ്പൊ ആ ചുറ്റിക ഫോർമാറ്റില് നമ്മുടെ ഒരു ബെയറിഷ് ട്രെൻഡിന്റെ അടിയിൽ
നമ്മളൊരു ഡൗൺ ട്രെൻഡിന്റെ അടിയിലാണ് ഇത് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ട്രെൻഡ് റിവേഴ്സ് പ്രതീക്ഷിക്കാം, ഒരു അപ് ട്രെൻഡ് പോവാം. ഇനി ഇത് മാത്രം കൊണ്ട് നമുക്ക് ട്രെൻഡ് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, പിന്നെ ഉള്ള ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസും എല്ലാം നോക്കിയാൽ, പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം നോക്കിയാണ് ചെയ്യേണ്ടത്. പിന്നെ യൂഷ്വലി ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു ആശ്വാസം കിട്ടും. നമ്മളിപ്പോ നേരത്തെ നമ്മൾ ഏതോ ഒന്നിൽ നോക്കിയാൽ നിഫ്റ്റിയുടെ ഇതിൽ വന്നത്, നമ്മൾ ഇവിടെ ഒരു ഡോജി കണ്ടു അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇതുപോലത്തെ ഉള്ള നിങ്ങൾ ട്രൈ ചെയ്യും. ഇപ്പൊ ഇവിടെ ഇത് ഹാമർ അല്ല, ഇൻവെർട്ടഡ് ഹാമർ. ഇങ്ങനെയുള്ള നിങ്ങൾ നോക്കുക, തപ്പിയെടുക്കുക. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഡോജി ഫോം ചെയ്തു. ഡോജി ഫോം ചെയ്തപ്പോ ട്രെൻഡ് റിവേഴ്സ് ആയി. ഇതുപോലുള്ള കിട്ടും, നോക്കിയാൽ മതി. ഓക്കെ, അപ്പം അതാണ് ഹാമറിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ഇൻവെർട്ടഡ് ഹാമർ. ഇൻവെർട്ടഡ് ഹാമറും സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഇനി ഇൻവെർട്ടഡ് ഹാമർ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞു വരും. തലതിരിഞ്ഞ് വന്നാൽ വിക്ക് മേളിലായിരിക്കും കൂടുതൽ, ഇത് ബോഡിയുടെ ഡബിൾ ഉണ്ടാവും, മോർ ദാൻ ഡബിൾ ഉണ്ടായിരിക്കും വിക്ക്. അങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ ഇൻവെർട്ടഡ് ഹാമർ നമ്മുടെ ഡൗൺ ട്രെൻഡിന്റെ അടിയിൽ ഫോം ചെയ്യുവാണെങ്കിൽ ട്രെൻഡ് അവിടെ നിന്ന് റിവേഴ്സ് ആയി അപ് ട്രെൻഡിലേക്ക് പോകും. അപ്പൊ നമ്മളിപ്പോ നേരത്തെ ഇൻവെർട്ടഡ് ഹാമർ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതും ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ ആണ്, ബുള്ളിഷ് ഇൻഡിക്കേഷൻ ആണ് ഈ ഹാമർ, ഇൻവെർട്ടഡ് ഹാമർ. ബെയറിഷ് ആണ് ഹാങ്ങിങ് മാൻ. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആയില്ലേ? അതിന്റെ ലോജിക് ഹാമറാണെങ്കിൽ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു അപ് ട്രെൻഡ്, ഇത് താഴേക്കല്ലേ വേണ്ട ഇൻവെർട്ടർ ഹാമർ. ഏതാ? Inverted hammer candlesticks appears on the chart when there is a pressure from buyers signaling a possible bullish reversal. Identify inverted hammer candle, look out for a long upper wick or a short lower wick than smaller than body. ഇത് താഴോട്ടാണ് പുഷ് ചെയ്യുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സ്ട്രോങ് ഇതുണ്ടായിട്ട് ഇവിടെ വിക്ക് ഫോം ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ബയറുടെ ഒരു പ്രസൻസ് സ്ട്രോങ് ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് ഫോം ചെയ്യുമ്പോൾ ഇതൊരു ട്രെൻഡ് റിവേഴ്സ് ആവുന്നത്. ഓക്കെ, അതിനിപ്പോ കാണാൻ പഠിച്ചു വെച്ചേ പറ്റൂ. അത് തന്നെ ആയിരിക്കാം കാരണം. ഇപ്പൊ ഇത് ഹാമർ, ഏത് ഇൻവെർട്ടഡ് ഹാമർ വന്നാലും നോർമൽ ഹാമർ വന്നാലും ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ബയർ സ്ട്രോങ് സെല്ലറിനേക്കാളും. അതുകൊണ്ടാണ് ഇത് ബുള്ളിഷ് റിവേഴ്സൽ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് താഴെയാണ് ഇത് ഫോം ചെയ്യുന്നത്, ചാർട്ടിന്റെ താഴെയായിരിക്കും, ഡൗൺ ട്രെൻഡിന്റെ എൻഡിലായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് മൈൻഡ് വെച്ചാൽ മതി. ഓക്കെ, അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിങ് മാൻ ആണോ എന്നാണ് നോക്കേണ്ടത്. ഹാങ്ങിങ് മാൻ ചെറിയൊരു വിക്ക് ഉണ്ടാവും. ഓക്കെ, അടുത്ത ഒരു പാറ്റേൺ ആണ് മാരിബുസു. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ. ഇതൊരു ജാപ്പനീസ് പേരാണ്, അതുകൊണ്ടാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ സ്ട്രോങ് റെപ്രസെന്റേഷൻ ഓഫ് ബയർ ഓർ സെല്ലർ. അതായത് ബെയറിഷ് മാരിബുസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് സെല്ലേഴ്സ്, ദർ ഈസ് നോ ബയർ. ബയറിന്റെ ഒരു പ്രസൻസ് പോലും ഇല്ല. ബയറിന്റെ പ്രസൻസ് ഉണ്ടായിരുന്ന ഇവിടെ എന്ത് ഫോം ചെയ്തേനെ? ബയറിന്റെ ഫോം വിക്ക് ഫോം ചെയ്തേനെ. ഇപ്പൊ ബയറിന്റെ ഒരു പ്രസൻസേ ഇല്ല. ഇത് ഫുൾ സെല്ലേഴ്സ് ആണ്, സെല്ലേഴ്സിന്റെ ഡോമിനേഷൻ ആണ്. അപ്പം അതാണ് മാരിബുസു കാനില് ഉദ്ദേശിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് സെല്ലേഴ്സ് ആണ്. ഇനി ഈ ഒരു കേസിൽ നോക്കുവാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ബയേഴ്സ് ആണ്. ഇപ്പൊ ഇത് ബുള്ളിഷ് മാരിബുസു, ഇത് അല്ലെങ്കിൽ വൈറ്റ് മാരിബുസു. ഞാൻ പറഞ്ഞു നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഇത് വൈറ്റ് ആയിരുന്നു, ഇത് ബ്ലാക്ക് ആയിരുന്നു, ബ്ലാക്ക് മാരിബുസു എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് ചെറിയ വിക്കുള്ളതും വരുന്നുണ്ട്. ചെറിയ വിക്കുള്ളതിനെ മാരിബുസായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് വളരെ മൈനർ വിക്കായിരിക്കും, അത് നമുക്ക് കാണാൻ പോലും പറ്റില്ല. നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചെറിയൊരു വിക്ക് ഉണ്ടാവും. ചിലതിന് അപ്പർ വിക്ക് ചെറുതുണ്ടാവും. ഇങ്ങനെ 3 ടൈപ്പ് ക്യാൻഡിലായിട്ട് പറയുന്നവര്. പക്ഷെ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് മോസ്റ്റ്ലി നമുക്ക് ഈ ക്യാൻഡിൽ തന്നെ കാണാൻ പറ്റും. വിക്ക് ഇല്ലാത്ത ക്യാൻഡിൽ ചില സമയത്ത്
ഫോം ചെയ്യുന്ന കാണാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ഡൗൺ ട്രെൻഡിന്റെ മിഡിലാണ് ഇത് ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു അപ് ട്രെൻഡിന്റെ മുകളിലാണ് ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ട്രെൻഡ് റിവേഴ്സൽ ആണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഡൗൺ ട്രെൻഡ് മിഡിൽ കാണിക്കുവാണെങ്കിൽ ഇപ്പൊ ഡൗൺ ട്രെൻഡിൽ ഒരു ബ്ലാക്ക് മാരിബൂസ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് മാരിബൂസ് കാണിച്ചു കഴിഞ്ഞാൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ആവുന്ന തന്നെയാണ് അർത്ഥം. അപ് ട്രെൻഡിന്റെ മുകളിലാണ് കാണിക്കുന്നത്. ഇപ്പൊ മേലോട്ട് പോകുന്നതിന്റെ മുകളിലാണ് ഒരു ബെയറിഷ് മാരിബൂസ് കാണിക്കുന്നത് വെച്ചാൽ അവിടുന്ന് ട്രെൻഡ് റിവേഴ്സ് ആവും. തിരിച്ച് ബുള്ളിഷ് മാരിബൂസ് ഇതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിന്റെ അടിയിലാണെങ്കിൽ ട്രെൻഡ് ബുള്ളിഷ് ആവും. അഥവാ ഒരു ബുള്ളിഷ് ട്രെൻഡില് ഇടയിൽ മാരിബൂസ് കാണിക്കുകയാണെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്, സ്ട്രോങ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ക്ലിയർ. ഇനി ഇതിന്റെ വേറെ ഇത് പറയാന്ന് യൂഷ്വലി ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി കേസ്. അതായത് ഹൈ മൈനസ് ക്ലോസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈയുടെ വാല്യൂയും ക്ലോസിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് 0 ആയിരിക്കും. ഡിവൈഡ് ബൈ ക്ലോസ് എന്ന് പറഞ്ഞാൽ 0 തന്നെ ആയിരിക്കും. പിന്നെ ചില കേസിൽ ചെറിയ വിക്ക് ഉണ്ടെങ്കിൽ ചെറിയ പെർസെന്റേജ് ഉണ്ട്. അപ്പം 0.2%, 0.5%, 10%, ലെസ് ദാൻ 15-20% കാണത്തുള്ളൂ ഇവൻ വിക്ക് വന്നാൽ. വെച്ചാൽ സ്ട്രോങ് ലെസ് ദാൻ 20%, അതായത് 80%ഉം ബുൾസ് ആയിരിക്കും. ഇപ്പൊ ബെയറിന്റെ കേസിലും അതുപോലെ തന്നെയാണ്. ക്ലോസ് മൈനസ് ലോ, ക്ലോസ് എന്ന് പറയുന്ന വാല്യൂ ലോയും ഈക്വൽ ആയിരിക്കും. അതാ അന്നേരമാണല്ലോ ഫുൾ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്, വേറെ വിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കേസിൽ 0 ആയിരിക്കും. അല്ലെങ്കിൽ 0 to 20% മാക്സിമം വിക്ക് വരുവാണെങ്കിൽ ഒരു 20%, ബാക്കി 80% ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ആയിരിക്കും. ഓക്കെ, ഫോട്ടോ എടുത്തതിലേക്ക്. ഓക്കെ. അടുത്തത് എൻഗൾഫിങ്. എൻഗൾഫിങ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്യാൻഡിലിന് നെക്സ്റ്റ് ക്യാൻഡിൽ മുഴുവനായിട്ട് അങ്ങ് വിഴുങ്ങുവാണ്, നമ്മളെ മറ്റേ തിമിംഗലം വിഴുങ്ങുന്ന മാതിരി. അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ക്യാൻഡിലാണ് എൻഗൾഫിങ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. അപ്പൊ റെഡ് ക്യാൻഡിലിന് ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് എൻഗൾഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് തന്നെ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടുന്ന് ഒരു അപ് ട്രെൻഡ് ആണ്. ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് വരുവാണെങ്കിൽ അപ് ട്രെൻഡ് ആണ്. ഇത് യൂഷ്വലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഗ്യാപ്പ് അപ്പുകളൊക്കെ, ഇപ്പൊ നമ്മള് ചിലര് ഗ്യാപ്പ് അപ്പ് ഒക്കെ പ്രഡിക്റ്റ് ചെയ്തില്ലേ, അത് ഡേ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഒരു എൻഗൾഫിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിലിനെ റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ചത് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഇവിടെ കഴിഞ്ഞിട്ട് വന്നത്. ഇവിടെ ഓക്കെ, ഇത് റെഡിനെ ഗ്രീൻ അല്ല, ഇവിടുന്നാണ് ഏറ്റവും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം റെഡ് അതിനെ ഗ്രീൻ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുന്നത് ബുള്ളിഷ് ആയിരിക്കും ട്രെൻഡ് വരുന്നത്. ഇനി ഗ്രീനിനെ റെഡ് ഇത് ചെയ്യുകയാണെങ്കിൽ അത് ബെയറിഷ് ആയിരിക്കും ട്രെൻഡ് വരുന്നത്. ഓക്കെ, അതൊന്ന് നോക്കുക. ഇത് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്യാൻഡിലിന് മറ്റൊരു ക്യാൻഡിൽ വന്നിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോഴാണ് എൻഗൾഫിങ് ഫോം ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും. സിബിൻ ഉണ്ടോ? എന്താ പറയുന്നത്? കേക്കാവോ സിബിൻ ബ്രോ? കേൾക്കുന്നുണ്ട്. അനങ്ങാതിരിക്കുന്ന രജത് ഭായ് ഇല്ലാത്തോണ്ട് ഓളം ഇല്ല. ഇവിടെ റെഡിന് ഗ്രീൻ വേണമെങ്കിൽ ചെറുതായിട്ട് വേണേ പറയാം അല്ലേ, എൻഗൾഫ് ചെയ്തിട്ടില്ലേ. അപ്പൊ അതിനുശേഷം ഒരു അപ് ട്രെൻഡ് ആയിരുന്നല്ലോ. ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഈ റെഡിന് ഗ്രീൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു അപ് ട്രെൻഡാ വന്നേക്കുന്നത്. ഇതുപോലെ നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ പ്രൈസ് ആക്ഷൻ സ്ക്രീനർ വെച്ച് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ? സ്ക്രീനറിനകത്ത് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ സ്ക്രീനറിനകത്ത് പിയേഴ്സിംഗ് ക്യാൻഡിൽ ഓൾറെഡി ഉണ്ട്, ക്യാൻഡിൽസിന്റെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. സ്ക്രീനറിനകത്ത് ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ സ്കാൻ ഉണ്ടോ?
ആ ഓക്കെ ഓക്കെ. അത് ടീസർ ടോപ്പ് വരുവാണെങ്കിൽ, പിയേഴ്സിംഗ് ആൻഡ് ഡാർക്ക് ക്ലൗഡ് 15 മിനിറ്റിൽ വരുവാണെങ്കിൽ, ഗ്രേവ് സ്റ്റോൺ ഡോജി 15 മിനിറ്റിൽ വരുവാണെങ്കിൽ, 3 ബ്ലാക്ക് ക്രോ വരുവാണെങ്കിൽ, അങ്ങനെ ക്യാൻഡിൽ സ്റ്റിക്സ് വെച്ചിട്ടുള്ള സ്ക്രീനർ ഉണ്ട്. ഓക്കെ, ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എടുത്താൽ മതി. ഓക്കെ, ഡബിൾ ടോപ്പ് വരുവാണെങ്കിൽ, ബെയറിഷ് മാരിബൂസ് ഫോം ചെയ്യുവാണെങ്കിൽ, ഓക്കെ ഓക്കെ. വിജയിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യാന്ന് എനിക്കൂടെ ലിങ്ക് കോപ്പി ചെയ്തേരെ, ഷെയർ ചെയ്തേരെ. ഓക്കെ, അടുത്താണ് ഹറാമി. ഹറാമി എന്ന് പറഞ്ഞാൽ അറബി അറിയാവുന്നവർക്ക് അറിയാം. ഹറാമി എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ് അറിയില്ലേ? അപ്പൊ ഇതിനകത്ത് 3 ടൈപ്പ് ഹറാമീസ്, 3 2 ടൈപ്പേ ഉള്ളൂ. ഞാനൊരു ടൈപ്പ് കൂടെ ആഡ് ചെയ്തതാ. ഒന്ന് ബുള്ളിഷ് ഹറാമി എന്ന് പറയും. അതായത് ഇതിന്റെ റെഡ് ക്യാൻഡിലിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഗ്രീൻ ക്യാൻഡിൽ വരുന്നത്. പക്ഷെ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ടൈപ്പ് ക്യാൻഡിലായിരിക്കും. അതായത് യൂഷ്വലി ഇതിനെ മദർ ആൻഡ് ബേബി എന്ന് പറയും. എന്നുവെച്ചാൽ ഇത് അമ്മയുടെ അതേ മോൻ തന്നെയാണ്, അല്ലെ മോള് തന്നെയാണ്. സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും. രണ്ടിനും ഒരുപോലത്തെ വിക്ക്, ബോഡി സെയിം ആയിരിക്കും. പക്ഷെ ഈ വിക്കിന്റെ വലിപ്പം 2 സൈഡിലേക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇവിടെ വിക്കിന്റെ വലിപ്പം 2 സൈഡിലേക്കും സിമിലർ ആയിരിക്കും. ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലേക്ക് മാറുവാണെങ്കിൽ അതിനെ ബുള്ളിഷ് ഹറാമി എന്ന് പറയും. അപ്പൊ അതിനെ മദർ ആൻഡ് ബേബി എന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞു എന്നുള്ള ഒരു റെപ്രസെന്റേഷൻ. അപ്പൊ ഇത് ഡൗൺ ട്രെൻഡിന്റെ അവസാനമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബെയറിഷ് ഹറാമിയാണ്. ബെയറിഷ് ഹറാമി അല്ലെങ്കിൽ പ്രഗ്നന്റ് വുമൺ എന്ന് യൂഷ്വലി പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇവിടെ അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ തിരിച്ച് പ്രഗ്നന്റ് വുമൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ് ഈ റെഡ് ക്യാൻഡിൽ വരുന്നത്. ഇതും സെയിം തന്നെ. ഈ ഗ്രീൻ ക്യാൻഡിലില് സെയിം ഡിറ്റോ കോപ്പി തന്നെ ആയിരിക്കും റെഡ് ക്യാൻഡിൽ, പക്ഷെ അതിനൊക്കെ ചെറുതായിരിക്കും. ഇതൊരു ചെറിയ ക്യാൻഡിൽ ആയതുകൊണ്ടാണ് ഇതിന്റെ മദർ ആൻഡ് ചൈൽഡ് എന്നുള്ള കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അപ് ട്രെൻഡിന്റെ മുകളിലായിരിക്കും ഫോം ചെയ്യുന്നത്. അപ് ട്രെൻഡിന്റെ മുകളിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി. അതായത് ഈ റെഡ് ഫോം ചെയ്യുന്നത്, ഇപ്പൊ ഗ്രീൻ കഴിഞ്ഞ് റെഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകും. പിന്നെ ഏതോ ഒരു റോഡ് റൈഡർ ആണെന്ന് തോന്നുന്നു, ട്രാഫിക് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ 5 മിനിറ്റ് ക്യാനില് 5 മിനിറ്റ് ആണോ റെഡ് ഫോം ചെയ്ത് അടുത്ത് ഗ്രീൻ ഫോം ചെയ്യും, അതിനടുത്ത് റെഡ് ഫോം ചെയ്യുന്ന പറഞ്ഞിട്ട് ട്രേഡ് എടുക്കണമെന്ന് പറയുന്നതാണ്. 1 മിനിറ്റിലാണ്. 1 മിനിറ്റിൽ ഇപ്പൊ ഒരു ക്യാനില് റെഡ് ഫോം ചെയ്ത് അടുത്ത് ഗ്രീൻ ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റെഡ് ഫോം ചെയ്ത് കംപ്ലീറ്റ് ആവുന്നതാണ് ഗ്രീൻ ട്രേഡ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ട്രാറ്റജി ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇനി ഇതിനകത്ത് ഇതിൽ പെടുന്നതല്ല, അല്ലെങ്കിലും പറയാണ്, പിയേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. പക്ഷെ സിമിലർ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇതുപോലെ തന്നെ ആയിരിക്കത്തില്ല. ഇത് യൂഷ്വലി വിക്ക് ഇല്ലാത്ത ഒരു ബെയറിഷ് ക്യാൻഡിലിന് ഫ്രണ്ടിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഫാദർ ആൻഡ് സൺ എന്നോ ബാബ് ബേട്ടോ എന്നോ എല്ലാം പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ ആയിരിക്കും. ഇത് ഐഡന്റിക്കൽ അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇത് ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു അപ് ട്രെൻഡ് ആണ് സൂചിപ്പിക്കുന്നത്. ഇതിപ്പം ആദ്യം ആ ക്യാൻഡിൽ വന്നു, അടുത്ത ഈ ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ വിക്കിന്റെ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇതിനിപ്പോ വിക്ക് കൂടുതലാണ്. ഇപ്പൊ ഇവിടെ ബയേഴ്സ് ആണ് കൂടുതൽ പുഷ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബയേഴ്സിന്റെ ഒരു ഡോമിനേഷൻ തന്നെ കാണിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുള്ളിഷ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പിയേഴ്സിംഗ് ക്യാൻഡിൽ. അപ്പൊ ഇത് 3 ഒരേ പാറ്റേണിൽ ഉള്ളത് കൊണ്ടാണ് ഒന്നിച്ച് ഇട്ടത്. ഓക്കെ, ക്ലിയർ ആയത്? ഓക്കെ, ഇത് രണ്ടും ബുള്ളിഷ് പാറ്റേണും ഇത് ബെയറിഷ് പാറ്റേണും ആണ് ഇതിനകത്ത് വരുന്നത് ഹറാമീസിൽ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ പിയേഴ്സിംഗ് ക്യാൻഡിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ടാമത്തെ ക്യാൻഡിൽ ഈ 50% മേളിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇത് താഴെ ആണെങ്കിൽ അത് വേറെ ക്യാൻഡിലൊക്കെ, നെക്ക് ലൈൻ എന്നൊക്കെ പറഞ്ഞ് വേറെ ക്യാൻഡിലൊക്കെ ഉണ്ട്. അപ്പൊ വേറെ നെക്ക് ലൈനാ വേറെ ഏതോ ക്യാൻഡിൽ. ഓക്കെ, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അതൊന്നും അത്ര തോനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ നോക്കാൻ തന്നെ പാടാ. അപ്പൊ ഇങ്ങനെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 50% മേളിലായിരിക്കണം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് റെഡ് ക്യാൻഡിലിന് 50% മേളിൽ ക്ലോസ് ചെയ്തിരിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇനിയുള്ളൊരു സാധനമാണ് ഇത്രയും നേരം നമ്മൾ ഇവിടം വരെ ഡോജി വരെയൊക്കെ നമ്മൾ കണ്ടത്, ഹാമർ ഇൻവേർട്ടർ ഡോജി ഒക്കെ നമ്മൾ കണ്ടത്
സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ ആണ്. എൻഗൾഫിംഗ് എന്ന് പറഞ്ഞാൽ ഡബിൾ ക്യാൻഡിൽ പാറ്റേൺ, 2 ക്യാൻഡിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഹരാമി രണ്ട് ക്യാൻഡിൽ ഡബിൾ ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഇനി നമ്മൾ ഇത് കാണുന്ന ഇതും ഡബിൾ ക്യാൻഡിൽ പാറ്റേൺ ആണ്. ടീസർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയത്തില്ലേ, ടീസർ എടുക്കുന്നത്, നമ്മൾ ഐസ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്ലഗ് ചെയ്യാൻ എടുക്കുന്ന സാധനമൊക്കെ അല്ലേ. അപ്പൊ അതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് ടീസർ ടോപ്പ് ടീസർ ബോട്ടം എന്ന് വെച്ചാൽ അത് വന്ന് ഫോം ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ടീസറിന്റെ ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്തിരിക്കുകയല്ലേ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് ടീസർ ബോട്ടം എന്ന് പറഞ്ഞാൽ ടീസറിന്റെ ബോട്ടം ഭാഗത്തിൽ ഒരേ ലെവൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ സപ്പോർട്ട് എടുത്തെന്നൊക്കെ പറയത്തില്ല, അതുപോലെ റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും ഒറ്റ ലെവലിൽ തന്നെ ആയിരിക്കും. അവിടുന്ന് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് അപ് ട്രെൻഡിലേക്ക് പോവാണ്. അപ്പൊ ഇത് ടീസർ ബോട്ടം എന്ന് പറയും. ടീസർ ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡ്. അപ്പൊ ഇത് എവിടെ ഫോം ചെയ്യുന്നത്? ട്രെൻഡിന്റെ എവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നത്? മുകളിലോ താഴെയോ? ടീസർ ഒരു ഡൗൺ ട്രെൻഡിന്റെ താഴെ ആയിരിക്കും ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സലായിരിക്കും. ഇനി ടീസർ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്തൊരു പ്രത്യേകത, ടീസർ വിത്ത് വിക്കും വരാം, വിത്തൗട്ട് വിക്കും വരാം ഈ ക്യാൻഡിൽസ്. അപ്പൊ ഒറ്റ ലെവലിൽ നിന്ന് തന്നെ സെയിം ലെവലിൽ തന്നെ ആ ഒരു സപ്പോർട്ട് മാതിരി തന്നെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ രണ്ട് ക്യാൻഡിൽ ഒരേ ഇടത്തുനിന്ന് തന്നെ ഒന്ന് ക്ലോസ് ചെയ്യുകയോ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, അല്ല ഒന്ന് ഓപ്പൺ ചെയ്യും, ഇവിടെ ഒന്ന് ഇത് ഓപ്പൺ ഇത് ക്ലോസ് ചെയ്യുന്നിടത്ത് തന്നെ ഓപ്പൺ ചെയ്യും. ഇപ്പൊ ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നിടത്ത് ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്ന അതൊരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഇതിന്റെ ലോയും ഇതിന്റെ ഹൈയും ഇതിന്റെ ലോയും ഒരേ ഇതിൽ തന്നെ വരുവാണെങ്കിൽ അതിന് ടീസർ ബോട്ടം പറയും. ടീസർ ടോപ്പും ഇതേപോലെ തന്നെ ഇതൊരു ട്രെൻഡിന്റെ മുകളിലായിരിക്കും ഫോം ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഡൗൺ ട്രെൻഡ്. ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ടീസർ ടോപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെൻഡ് റിവേഴ്സ് ആവും, പിന്നെ ഡൗൺ ട്രെൻഡിലേക്കായിരിക്കും വരുന്നത്. ഇത് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്യാൻഡിൽ 50% മുകളിൽ വേണം അങ്ങനെയുണ്ട്? ഇല്ല, അത് ഇതിനകത്തേ ഉള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇതിനകത്ത്. ഇതാണ് നോക്കുന്നത്, ഇതിന്റെ ബോട്ടം നോക്കുവാണെങ്കിൽ ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം. ടീസർ ടോപ്പ് ആണെങ്കിൽ മോൾ വശം രണ്ടും ഒരേ ലെവലിലായിരിക്കണം. ഇപ്പൊ ഇത് ഇപ്പൊ റെസിസ്റ്റൻസ് വന്നിട്ട് തിരിച്ചു വരുന്ന കണ്ടിട്ടില്ലേ ഇത് രണ്ട് ക്യാൻഡിലുകൾ? ഇന്നത്തേലും വല്ലതും ഉണ്ടായിരുന്നു, ഇന്നത്തേലും വല്ലതും 5 മിനിറ്റിലുള്ള നോക്കാം. എവിടെ പോയി? ഓക്കെ, ഇവിടെ ഉണ്ട്. ഇവിടെ കാണാം. എക്സാക്ട്ലി ഇതില്ല, പക്ഷെ ഇത് ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. കണ്ടില്ലേ? ഇത് എക്സാക്ട്ലി കിട്ടിയില്ല. ഇതൊരു ടീസർ ബോട്ടം അല്ലേ? ബോട്ടം വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സ് ആവുമെന്ന് പറയത്തില്ലേ? ടീസർ ടോപ്പ് വല്ലതും ഉണ്ടോ? ടീസർ ടോപ്പ് ഇവിടെ കണ്ട ഒരു ഇതേത് കാണില്ല, എൻഗൾഫിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഇതെല്ലാം നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യമാണ്. ഇതിന്റെ കോംബോ കറക്റ്റ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് പിന്നെ ഡോജി വന്ന് ഇതൊരു ഹാമർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും, എന്താണ് ട്രേഡ്. ഇപ്പൊ ഇതൊക്കെ വന്നപ്പോ അത് കണ്ട ഇൻവെർട്ടർ ഹാമർ വന്നപ്പോ അപ് ട്രെൻഡ് പോയണ്ട. ഒരു പരിധി വരെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നു. ഞാൻ പിന്നെ അതിനകത്ത് പ്രൈസ് ആക്ഷൻ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഞാൻ ജസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കാറേ ഉള്ളൂ. എന്നാൽ ഇത് ജസ്റ്റ് ഇതൊക്കെ ഫോം ചെയ്യുമ്പോൾ ഈ ട്രെൻഡിന്റെ എൻഡില് അല്ലെങ്കിൽ ഒരു ട്രെൻഡിന്റെ മുകളിൽ അതൊക്കെ ഫോം ചെയ്യുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊരു മദർ ആൻഡ് ബേബി ക്യാൻഡിൽ അല്ലേ? അവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നുണ്ട്, ഗ്രീനിൽ നിന്ന് റെഡിലേക്ക് മാറിയപ്പോ. ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതൊരു മാരിബൂസ് ക്യാൻഡിലാണ് വേണേ പറയാം അല്ലേ? ചെറിയ വിക്കല്ല ഉള്ള അതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ അല്ലേ? ഈ മാരിബൂസ് ഈ ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇതിന്റെ ഇടയിൽ ഫോം ചെയ്തപ്പം.
അപ്പൊ നമ്മളിവിടെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ക്യാൻഡിൽസ് നോക്കാം. അപ്പൊ ഇതാണ് ടീസർ ബോട്ടം, ടീസർ ടോപ്പും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാറുകളുണ്ട് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സിനകത്ത്. അതിനകത്ത് ഒന്ന് മോർണിംഗ് സ്റ്റാർ, ഒന്ന് ഈവനിങ് സ്റ്റാർ, പിന്നെ ഇതിന്റെ എല്ലാം കൂടെ ഒരു മസാല പരുവത്തിലുള്ള ഷൂട്ടിംഗ് സ്റ്റാർ. ഇപ്പൊ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ട 2 ക്യാൻഡിൽ സ്റ്റിക്സിന്റെ കോമ്പിനേഷൻ ആണ്. ഇനി 3 ക്യാൻഡിലിന്റെ കോമ്പിനേഷനിൽ എങ്ങനെ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു റെഡ് ക്യാൻഡിൽ അതിന്റെ ബോട്ടത്തിൽ ഇതുപോലൊരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ, അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ വരുവാണെങ്കിൽ, ഇപ്പൊ ഇതിന്റെ വലിപ്പത്തിന് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിഗ്നൽസ് പൊട്ടൻഷ്യൽ റിവേഴ്സ് ഇങ്ങനെ ഒരു ഫോം ചെയ്യുവാണ്. ഇപ്പൊ 2 റെഡ് വന്നിട്ട് ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, അല്ലെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ ഇത് നമുക്കൊരു മോർണിംഗ് സ്റ്റാർ എന്ന് വെച്ചാൽ, അപ്പൊ ഇത് ഫോം ചെയ്യുന്നത് ട്രെൻഡിന്റെ ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കും, ഡൗൺ ട്രെൻഡ് ബോട്ടത്തിലായിരിക്കും. അപ്പൊ അവിടുന്ന് ട്രെൻഡ് റിവേഴ്സ് ആയിട്ട് ഇത് അപ് ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെ മോർണിംഗ് സ്റ്റാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ചാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ മോർണിംഗ് സ്റ്റാറുകൾ നമുക്ക് കാണാൻ പറ്റും. തിരിച്ച് ഒരു അപ് ട്രെൻഡിന്റെ മുകളിൽ ഇതുപോലെ ഗ്രീൻ, അപ് ട്രെൻഡ് ആകുമ്പോൾ ഗ്രീൻ അല്ലേ പോയിക്കൊണ്ടിരിക്കും, ഗ്രീനിൽ പോകുന്നു, ഗ്രീൻ വന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ആയിട്ട് സഡൻ ആയിട്ടൊരു മൂന്നാമത്തെ ക്യാൻഡിൽ റെഡ് വരികയാണ്. ഇതുപോലൊരു ഫോർമേഷൻ, ഈ 3 ക്യാൻഡിലിന്റെ ഒരു ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഈവനിങ് സ്റ്റാർ എന്ന് പറയും. അപ്പൊ അവിടുന്ന് അത് ഡൗൺ ട്രെൻഡിലേക്കുള്ള തുടക്കമാണ്, ട്രെൻഡ് അവിടുന്ന് റിവേഴ്സ് ആവുകയാണ്, അതാണ് പറയുന്നത്. ഇനി ഈ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ഷൂട്ടിംഗ് സ്റ്റാർ ഇസ് എ സിംഗിൾ candlesticks pattern. Shooting star pattern indicates a trend reverse. It means ongoing uptrend is about to change from a up to bottom. അതായത് ഇതിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഏതാണ്? നമ്മുടെ ഒരു ഹാങ്ങിങ് മാന്റെ നേരെ ഓപ്പോസിറ്റ് ഫോർമേഷൻ ആണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഹാങ്ങിങ് മാൻ ഇങ്ങനെ തിരിച്ചല്ലായിരുന്നോ? മുകളിലായിരുന്നു. ഇതിന്റെ ഒരു റിവേഴ്സൽ ഫോർമാറ്റ് ആണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. നമുക്ക് ക്യാൻഡിൽ കാണുന്ന ഇതുപോലെ ആയിരിക്കും. ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ 3 ക്യാൻഡിൽ, ഇപ്പൊ 1 മിനിറ്റിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ 3 ക്യാൻഡിൽ ചേർന്നിട്ടായിരിക്കും ഒരു ക്യാൻഡിൽ ഉണ്ടായത്. ഇതുപോലത്തെ 3 ക്യാൻഡിൽ കാണും. പക്ഷെ 3 മിനിറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒറ്റ ക്യാൻഡിലായിരിക്കും കാണുന്നത്. അല്ലെ 5 മിനിറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഒറ്റ ക്യാൻഡിലായിരിക്കും. അതായത് ഇതുപോലത്തെ 3 ക്യാൻഡിലുകൾ ചേർന്നത്. ഈ 3 ക്യാൻഡിൽ ഏതാണ്? ഈ 3 ക്യാൻഡിൽ ഈവനിങ് സ്റ്റാർ അല്ലേ? അപ്പൊ ഈ 3 ക്യാൻഡിൽ ചേർന്ന ഒരു ഫോർമേഷൻ ആണ് ഷൂട്ടിംഗ് സ്റ്റാർ. അപ്പൊ ഷൂട്ടിംഗ് സ്റ്റാർ യൂഷ്വലി നമ്മുടെ ഹാങ്ങിങ് മാന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ഇൻവേർട്ടഡ് ഹാമറിന് കുറച്ച് വിക്ക് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ഈ ഷൂട്ടിംഗ് സ്റ്റാർ ഡൗൺവേർഡ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. ഇതപ്പോ ഈ ഈവനിങ് സ്റ്റാറിന്റെ ഒരു കോമ്പിനേഷൻ ആണ്, ഈവനിങ് സ്റ്റാർ ചേരുന്ന ഒരു കോംബോ ആണ് ഷൂട്ടിംഗ് സ്റ്റാർ. അപ്പൊ ഈവനിങ് സ്റ്റാർ ഇതിപ്പോ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഇത് 3 ഫോം ചെയ്തേക്കുന്നത്. ഇത് ചിലപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിലായിരിക്കും ഫോം ചെയ്തിട്ട് നമുക്ക് 5 മിനിറ്റ് കാണുന്ന ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ടായിരിക്കും. ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് അവിടുന്ന് റിവേഴ്സ് ആവും. ഓക്കെ, അല്ലെങ്കിൽ ഈ 3 ക്യാൻഡിലിന്റെ ഒരു ഫോർമേഷൻ, ഈ 3 ഒരേ സമയത്ത് ആ ഒരു 5 മിനിറ്റിൽ നടക്കുന്ന ഈ 3 ക്യാൻഡിലിന്റെ ഒരു ഫോർമേഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടുന്ന് അപ് ട്രെൻഡിൽ നിൽക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അത് ഡൗൺ ട്രെൻഡിലേക്ക്. ഇത് സിംഗിൾ ക്യാൻഡിൽ ആണ് വരുന്നത്, സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ. ഇതിനകത്ത് ഇത് 3ന്റെ കോമ്പിനേഷൻ ആണെങ്കിൽ ഇത് സിംഗിൾ ക്യാൻഡിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ. ഇതുപോലെ ഒരു ഇൻവേർട്ടഡ് ഹാങ്ങിങ് മാൻ എവിടെങ്കിലും കാണോ എന്ന് നോക്കാം. ഇൻവേർട്ടഡ് ഹാങ്ങിങ് മാൻ ഇത് വേണമെങ്കിൽ പറയാം അല്ലേ? അല്ലേ ഇവിടെ ഇതൊരു ഇൻവേർട്ടഡ് ഹാങ്ങിങ്. താഴെ ചെറിയ വിക്കുണ്ടല്ലോ, വിക്കുണ്ട്, താഴെ വിക്കുണ്ട്. അത് ഒരു ഷൂട്ടിംഗ്, ഈ ഷൂട്ടിംഗ് സ്റ്റാർ യൂഷ്വലി വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഇത് പ്രൈസ് ആക്ഷൻ ഒക്കെ അറിയാവുന്നവർ പറയുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ വന്നു. ഷൂട്ടിംഗ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി. പിന്നെ ഇത് എല്ലാ ക്യാൻഡിലിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എവിടെങ്കിലും ഒക്കെ ഫോം ആവുമല്ലോ, ഡൗട്ട് ഒന്നുമില്ല. അതാണ് 3 സ്റ്റാറുകൾ ഉള്ളത്.
ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സോൾജേഴ്സ് 3 ക്രോ, 3 പട്ടാളക്കാരും 3 കാക്കകളും. ഓക്കെ, ഒരേ ഡയറക്ഷനിൽ വരി വരിയായിട്ട് സ്റ്റെപ്പായിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ ഇത് ചെയ്തുകൊണ്ട് കവർ ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, അതിനടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. യൂഷ്വലി സ്റ്റോക്കിനകത്തൊക്കെ നമ്മൾ രാവിലെ 5 മിനിറ്റ് ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്യാൻഡിൽസ് ഫോം ചെയ്യും. 3 സോൾജേഴ്സ് ട്രെൻഡിങ് സ്റ്റോക്കിനകത്തൊക്കെ ചിത്തുവിനൊക്കെ അറിയായിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അപ്പൊ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ രാവിലെ തന്നെ ഫോം ചെയ്ത് പോകുമ്പോൾ ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. 3 ക്യാൻഡിൽസ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ 2-3 ക്യാൻഡിൽസ് കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഓവറോൾ നമ്മളിപ്പോ എടുത്തു നോക്കും. ഹലോ, 3 വന്നു കഴിഞ്ഞാൽ ആൾറെഡി വീണ്ടും ഡൗൺ ആവാനുള്ള ചാൻസ്. ആൾറെഡി 3 വന്നു 3 വന്നു ഡൗൺ ആവുന്നത്. 5 മിനിറ്റ് 15 മിനിറ്റ് അല്ല ആവത്തുള്ളൂ. പിന്നെ അതിന്റെ മേളിൽ 15 മിനിറ്റ് നമുക്ക് കിട്ടും. നമുക്ക് 30 മിനിറ്റ് ഒക്കെ കിട്ടാറില്ലേ രാവിലെ? ഓക്കെ. 1 മിനിറ്റിന്റെ ആണെങ്കിൽ തന്നെ 3 മിനിറ്റ് അല്ല ആവുന്നുള്ളൂ ഇത്. എന്നാലും കിട്ടും. 3 കഴിഞ്ഞിട്ട് പിന്നെ ട്രെൻഡ് വരും. പിന്നെ വേറെ ഏതെങ്കിലും ഒരെണ്ണം ഫോം ചെയ്തിട്ട് ട്രെൻഡ് റിവേഴ്സൽ വരത്തുള്ളൂ. ഓക്കെ, ഇതുപോലെ 3 വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്യാൻഡിലൂടെ ഉറപ്പായിട്ടും വരും. കാരണം ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നെ. ഓക്കെ, ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ ഗ്യാപ്പ് വന്നിട്ട് ജമ്പ് ചെയ്ത് പോകാറില്ലേ? ഇതിനെ റൈസിംഗ് വിൻഡോ ആണ് പറയുന്നത്. മേലോട്ട് പോകുന്നതിന് ഗ്യാപ്പ് വന്നിട്ട് ഇപ്പൊ ഈ ക്യാൻഡിലോട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, ഏതിലോ നിഫ്റ്റി ചാടി താഴോട്ട് വന്നേക്കുന്നത് ഫോളിംഗ് വിൻഡോ കണ്ടായിരുന്നല്ലോ. നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലായിരുന്നു. ഡേ ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ എവിടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണോ? ഇവിടുന്ന് ഒരു ബന്ധമില്ലാതെ ചാടി ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഇവിടെ ഈ 3 ക്യാൻഡിൽ നോക്കുന്നത് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ചാടി വന്നേക്കുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോളിംഗ് വിൻഡോ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 3 ബ്ലാക്ക് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റെഡ് ക്യാൻഡിലുകൾ, അത് മാരിബൂസും ആകാം അല്ലെങ്കിൽ ഇതുപോലത്തെ ക്യാൻഡിലുകളാവാം, വിക്കുള്ള ക്യാൻഡിലാവാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രെൻഡ് റിവേഴ്സ് ആണ്. ഇത് അപ് ട്രെൻഡിന്റെ മുകളിലായിരിക്കും ഫോം ചെയ്യുന്നത്. അവിടുന്ന് താഴോട്ട് 3 ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പിച്ചു ട്രെൻഡ് റിവേഴ്സൽ, അവിടുന്ന് എക്സിറ്റ് ആയിരിക്കും അന്നേരം. ഓക്കെ, ഇത് ഡൗൺ ട്രെൻഡിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അപ് ട്രെൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് 3 ക്യാൻഡിലിന്റെ ഒരു കോമ്പിനേഷനിലുള്ള. ഇപ്പൊ ഷൂട്ടിംഗ് സ്റ്റാർ 3 ക്യാൻഡിലാണ്, സോൾജേഴ്സ് 3 ക്യാൻഡിലിന്റെ ആണ്. സോൾജേഴ്സും 3 ബ്ലാക്ക് ക്രോസും. റൈസിംഗ് വിൻഡോ അതുപോലെ സ്റ്റെപ്പായിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ ഇത് സ്റ്റെപ്പായിട്ട് പോകണം. അപ്പൊ അത് റൈസിംഗ് വിൻഡോ, താഴോട്ട് വരുന്നതിന് ഫോളിംഗ് വിൻഡോ എന്ന് പറയും. അപ്പൊ ഇത്രയും ക്യാൻഡിൽസ് ഞാൻ പഠിപ്പിക്കാൻ അല്ലെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്രയൊക്കെ ധാരാളം. ഇതുപോരെ? ഇത്രയൊക്കെ പോരെ? അത്യാവശ്യം വേറെ കുറെ ഏതാണ്ടൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ അറിയില്ല, ഞാൻ നോക്കാറില്ല. ഞാൻ പ്രൈസ് ആക്ഷൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത സംഭവം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ചാർട്ടിന്റെ ഒരു പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഹെഡ് ആൻഡ് ഷോൾഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ആവുമെന്ന് നമ്മൾ നോക്കി അറിഞ്ഞിരിക്കുന്നതല്ല. ഒരു അപ് ട്രെൻഡ് വന്നിട്ട് ഇതിപ്പോ ഒരു സപ്പോർട്ട് ലൈനാന്ന് വെച്ചോ, മുകളിൽ പോയി താഴെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും അടുത്ത ഒന്നുകൂടെ പോയിട്ട് റിട്രേസ്മെന്റ് എടുത്ത് വീണ്ടും വരുന്നു. ഇങ്ങനെ വരുമ്പോൾ സെൻട്രലിലുള്ളത് ഓൾവേസ് കുറച്ച് ഹൈറ്റ് കൂടും. 2 സൈഡിൽ നിന്ന് ഹൈറ്റ് കൂടും. അതായത് നമ്മുടെ 2 ഷോൾഡറും ഇത് തലയുമാണ്. ഇത് ലെഫ്റ്റ് ഷോൾഡർ, ഇത് റൈറ്റ് ഷോൾഡർ, ഇത് തല. ഇതാണ് ഇതിന്റെ ഒരു റെപ്രസെന്റേഷനിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പേര് വന്നേക്കുന്നത്. അപ്പൊ ഈ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് നെക്ക് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുന്നാണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡൗൺ ട്രെൻഡിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്തത്, പിന്നെ ഇവിടെ വന്നിട്ട് ഈ സാധനം ഡൗൺ ട്രെൻഡ്. ചിലപ്പോൾ ഇത് ഒന്നുകൂടെ പോയി റീടെസ്റ്റ് എടുത്തിട്ട് ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതാണ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ പാറ്റേൺ. ഇതിപ്പം ഇങ്ങനെ കറക്റ്റ് ലെവലിൽ തന്നെ വരണമെന്നില്ല. മോഹൻലാലിനാണെങ്കിൽ ചരിഞ്ഞും വരാറുണ്ട് ചില സമയത്ത്. ഓക്കെ, ചില സമയത്ത് ചരിഞ്ഞു വരാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ചില സമയത്ത് ഇങ്ങോട്ട് ചെരിയാറുണ്ട്, 2 സൈഡിലോട്ട് ചെരിയാറുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്തൊരു ഇങ്ങനെ പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെക്ക് ലൈൻ ഇല്ലേ, നെക്ക് ലൈൻ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെപ്ത് നോക്കുക. ഈ ഡെപ്ത് ലെങ്ത് ആയിരിക്കും നമ്മുടെ ആ നെക്ക് ലൈനിൽ നിന്ന് ഈ നെക്ക് ലൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ
ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എൻട്രി ആയി കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഈ നെക്ക് ലൈനിന്റെ ഡെപ്ത് ആയിരിക്കും നമുക്ക്, ഈ നെക്ക് ലൈനിൽ നിന്ന് തല വരെയുള്ള ഡെപ്ത് തന്നെ ആയിരിക്കും ഈ നെക്ക് ലൈനിന് താഴോട്ടുള്ള നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഷോൾഡറിന്റെ മുകളിലായിരിക്കണം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, ഇനി ഇൻവേർട്ടഡ് ആണെങ്കിൽ ഇത് തല തിരിച്ചാ ഫോം ചെയ്യുന്നത്. താഴേന്ന് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ലെഫ്റ്റ് ഷോൾഡർ ഹെഡ് ഇങ്ങനെ വന്നിട്ട് റെസിസ്റ്റൻസിൽ തട്ടി താഴോട്ടാണ് വരുന്നതെങ്കിൽ റെസിസ്റ്റൻസ് തട്ടിയിട്ട് വന്നിട്ട് പിന്നെ അത് മേലോട്ട് ബ്രേക്ക് ഔട്ട് ആയിരിക്കും ആവുന്നത്. അതായത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്ത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അപ് ട്രെൻഡ് ആയിരിക്കും. അപ്പൊ അത് വീണ്ടും ഇതുപോലെ റീടെസ്റ്റ് വരാം. അപ്പൊ അതിനകത്തും ഇതുപോലെ തന്നെ സെയിം ലെവലിലൊന്നും കിട്ടണമെന്നില്ല, ഞാൻ വീണ്ടും പറയാണ്. അപ്പൊ ഈ ഒരു ഡെപ്ത് ആണ്, ഈ നെക്ക് ലൈൻ വരെയുള്ള ഡെപ്ത് ആണ് നമ്മുടെ ടാർഗറ്റ്. ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് ഈ ഷോൾഡറിന്റെ ക്യാൻഡിൽ നോക്കുക. ആ ഷോൾഡറിന്റെ ക്യാൻഡിലിലെ ഏറ്റവും മേളിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് വെക്കുക. അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ഇതിനകത്ത് തന്നെ ആണെങ്കിൽ ഇവിടെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ബെയറിഷ് ട്രെൻഡ്. ഇത് ബുള്ളിഷ് ആണ്, ഇത് ബുള്ളിഷ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോ ഇവിടെ ഫെയിൽ ആയി. ഇതിവിടെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് താഴോട്ട് പോയത്. ഓക്കെ, ഇത് ടാർഗറ്റ് ഇവിടെ ഈ നെക്ക് ലൈനിന്റെ ഡെപ്ത് ആണ് ഇവിടുത്തെ ടാർഗറ്റ്. ഓക്കെ, ഇന്നത്തെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഇങ്ങനെയായിരുന്നു 5 മിനിറ്റ്സ് ആയിരുന്നോ? നോക്കാം. കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഹെഡ് ആൻഡ് ഷോൾഡർ ഡേ ചാർട്ടിൽ. ഇതാണ്ട് ഇവിടെ കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഡേ ചാർട്ടിൽ ഫോം ചെയ്തേക്കുന്നുണ്ടല്ലേ? ഇവിടെ ഫോം ചെയ്തേക്കുന്നുണ്ടല്ലേ? ടാർഗറ്റ് എത്തിയോ? ഇവിടുന്ന് പോയേക്കുന്നുണ്ടല്ലേ? അത് ബ്രേക്ക് ചെയ്ത് താഴെ വന്നില്ല. അല്ല, ബ്രേക്ക് താഴേക്ക് വന്നല്ലോ. ഇവിടെ ഇതല്ലേ നെക്കിലെ? ഇവിടെ താഴേക്ക് വന്നു, നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. ഇതല്ലേ നെക്കിലെ? നെക്ക് ലൈൻ ഇതല്ലേ? നെക്ക് ലൈൻ ഇവിടുന്ന് താഴോട്ട് വന്നല്ലോ. ഈ ഒരു ലൈൻ താഴോട്ടല്ലേ വരണ്ടേ ശരിക്കും? ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. അത്രേ വന്നിട്ടുള്ളൂ. ഇത്ര വന്നില്ലേ? നെക്ക് ലൈന് താഴോട്ട് വന്നില്ലേ? ഇവിടെ താഴോട്ട് വന്നല്ലോ. ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു നെക്ക് ലൈൻ. എന്നിട്ട് റീടെസ്റ്റ് പോയി വീണ്ടും താഴോട്ട് വന്നു. ഇനിയൊക്കെ എന്ത് ഫോം ചെയ്യാൻ? എത്രയൊക്കെ ഫോം ചെയ്താൽ പോരെ? ഇവിടെ ഇന്നത്തെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയാ 5 മിനിറ്റില് ഇൻവേർട്ടഡ് ആണോ ഉദ്ദേശിച്ചത്? നോർമൽ നിഫ്റ്റി ചാർട്ട് എടുത്തു. നോർമൽ നിഫ്റ്റി. ഓക്കെ, സോറി. ഫൈവ് മിനിറ്റില് അതന്നെ സ്റ്റാർട്ടിംഗ് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ വന്നിട്ട്. ഓക്കെ, ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലേ? ഈ നെക്ക് ലൈനിന്റെ ഡെപ്ത് എടുത്തു കഴിഞ്ഞാല്, ഈ നെക്ക് ലൈനിന്റെ ഡെപ്ത് എടുത്തിട്ടാണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അതായത് 77 പോയിന്റ്. ഇവിടുന്ന് 77 പോയിന്റ് മേലോട്ട്. അത് ഇവിടുന്ന് ഒന്നുകിൽ ഇവിടുന്ന് ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ റീടെസ്റ്റിന് വന്നിട്ട് യൂഷ്വലി റീടെസ്റ്റ് വരാറുണ്ട്. ചിലപ്പോൾ റീടെസ്റ്റ് വരത്തില്ല. 77 പോയിന്റ്, കറക്റ്റ് 77 പോയിന്റ് അല്ലേ? കിട്ടിയില്ലേ? ഇവിടെ കിട്ടിയ 77 പോയിന്റ് ഇവിടെ ടാർഗറ്റ് കിട്ടിയില്ലേ? 77 പോയിന്റ് അവിടെ വന്നിട്ടല്ലേ പിന്നെ റിവേഴ്സ് ആയത്. അപ്പൊ ഇതാണ് ഇൻവേർട്ടഡ്. അപ്പൊ താങ്ക്സ്.
ഓക്കെ, ഒരു കാര്യം പുതിയ കാര്യം പറഞ്ഞു തന്നെ. ഓക്കെ, അതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു പാറ്റേൺ ആണ് ഡബിൾ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം. ഇത് യൂഷ്വലി ഫോം ചെയ്യുന്നതാണ്. ഇത് സെയിം ഇതുപോലെ തന്നെ. ഇത് നെക്ക് ലൈനിന്റെ ഡെപ്ത് എടുക്കുക, അത് തന്നെയാണ് ടാർജറ്റ് ഇടുക. ബോട്ടം ആണെങ്കിൽ അപ് ട്രെൻഡും, ടോപ്പ് ആണെങ്കിൽ ഡബിൾ ടോപ്പ് ആണെങ്കിൽ ഡൗൺ ട്രെൻഡും ആയിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഹെഡ് ആൻഡ് ഷോൾഡർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ക്ലിയർ ആവത്തില്ലേ? ഓക്കെ ഓക്കെ. സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ, ഇതിന് സപ്പോർട്ടിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ഇവിടെ ഈ ഏരിയയിൽ. അടുത്ത ട്രിപ്പിൾ ബോട്ടം ട്രിപ്പിൾ ടോപ്പ്, ഇതും സെയിം തന്നെ. 3 വട്ടം വന്നിട്ട്, ഇപ്പൊ ഡബിൾ ബോട്ടം വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞിട്ട് മാത്രം എടുക്കുക. ഇവിടെ ഡബിൾ ടോപ്പ് കഴിഞ്ഞിട്ട് മേളിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ അത് ട്രിപ്പിൾ ടോപ്പ് ഫോം ചെയ്യും, ട്രിപ്പിൾ ബോട്ടം ഫോം ചെയ്യും. ട്രിപ്പിൾ ബോട്ടം ചെയ്തിട്ട് ബ്രേക്ക് ഔട്ടോ. ഇത് ബ്രേക്ക് ഔട്ട് ഫെയിലും ആവാം കേട്ടോ. ഇത് ഓൾവേസ് ബ്രേക്ക് ഔട്ട് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ചില സമയത്ത് ഫെയിലും ആവാൻ സാധ്യതയുണ്ട്. തിരിച്ചു വന്ന് പോയെന്നിരിക്കാം. ഇപ്പൊ മോസ്റ്റ് കേസിൽ ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ ഇതും ഇതിന്റെ ഈ നെക്കിന്റെ ഡെപ്ത് ആണ് എടുത്തിട്ട്. ഇപ്പൊ ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ കൺസോളിഡേറ്റ് ചെയ്തില്ലേ, ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ഒരു ഏരിയ തന്നെ നടന്ന് കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു. ഏത് ചാർട്ടാ? 3 മിനിറ്റ് ചാർട്ടായിരുന്നു. ഏതോ ഒരു ചാർട്ടിൽ ഞാൻ കണ്ടായിരുന്നു. ട്രിപ്പിൾ ടോപ്പ് ഇത് ചെയ്തേക്കുന്നുണ്ടല്ലേ, 3 വട്ടം വന്ന് ഇടിച്ചേക്കുന്നുണ്ടല്ലേ. താഴെ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെ ഇതല്ലേ. എന്നിട്ട് ഇത് താഴോട്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം. താഴോട്ടല്ലേ പോയത്? ഇവിടെ ഇവിടെ ഒരു ഫോർമേഷനോടെ ഉണ്ട്, നമുക്കത് കിട്ടിയില്ല. ഓക്കെ, ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് വീണ്ടും പോയി, താഴോട്ട് പോയല്ലേ. ഇതുപോലത്തെ പാറ്റേൺസ് ഒക്കെ ജസ്റ്റ് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. പെട്ടെന്ന് ഇവിടെ ട്രേഡ് എടുക്കേണ്ട കാര്യം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഈ ഏരിയയിലൊക്കെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കൺസോളിഡേറ്റ് ആയി പോകത്തേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും കിട്ടില്ല. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല ട്രേഡ് എടുക്കാവുന്നതാണ്. ആ പാറ്റേൺസ് ഒന്ന് മനസ്സിലാക്കി വെച്ചു. ഇതിന്റെ നെക്ക് ലൈൻ എടുത്തിട്ടാണ് ടാർജറ്റ് കൊടുക്കുന്നത്, അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ഇനിയുള്ള ഒരു പാറ്റേൺ ആണ് വെഡ്ജ്. റൈസിംഗ് വെഡ്ജും ഉണ്ട്, ഫോളിംഗ് വെഡ്ജും ഉണ്ട്. ഇപ്പൊ റൈസിംഗ് വെഡ്ജ് ആണെങ്കിൽ യൂഷ്വലി വെഡ്ജ് ഫോം ചെയ്യാനുള്ള കാരണം വോളിയം ഡിക്ലൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. വോളിയം കുറഞ്ഞു വരുമ്പോൾ ക്യാൻഡലിന്റെ സൈസ് കുറഞ്ഞു വരും. ഈവൻ വോളിയം ഇല്ലാത്തപ്പോൾ ഉള്ള ഫോർ പ്രൈസ് ഡോജി മാതിരിയൊക്കെയുള്ള ക്യാൻഡിൽ വരെയൊക്കെ ഫോം ചെയ്യാം. അപ്പൊ അവിടുന്ന് റൈസിംഗ് വെഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ വെഡ്ജ് ഫോം ചെയ്യുന്നിടത്ത് ഇതാണ് ടാർജറ്റ് ആയിട്ട് ഇവിടെ എടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് ഈ വെഡ്ജിന്റെ ടോപ്പ്. ഓക്കെ, ഫോളിംഗ് വെഡ്ജിലും അതുപോലെ തന്നെ ഈ ഒരു വെഡ്ജിന്റെ ഒരു വിഡ്ത്ത് ആണ്, സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു വിഡ്ത്ത് ആണ് ടാർജറ്റ് ആയിട്ട് എടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് അതിന് താഴെ, ഇതിന്റെ വെഡ്ജിന്റെ ഇതിന് താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഇതാണ് റൈസിംഗ് വെഡ്ജ്, ഫോളിംഗ് വെഡ്ജ്. ഇത് മേലോട്ട് ഫോളിംഗ് വെഡ്ജ് അപ് ട്രെൻഡിൽ കാണിക്കും, റൈസിംഗ് വെഡ്ജ് ഡൗൺ ട്രെൻഡിനെ കാണിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അസെൻഡിങ് ഡിസെൻഡിങ്. അസെൻഡിങ് മേലോട്ട്, ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ താഴോട്ട്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 എന്ന് പറയുന്നതാണ് അസെൻഡിങ് എന്ന് പോകുന്നത്. ഡിസെൻഡിങ് എന്ന് പറയുന്നത് 10 9 8 7 6 എന്ന് പറഞ്ഞാൽ താഴോട്ട് വരുന്നതിന്. ഓക്കെ, അപ്പൊ അത് ലോവർ ഹൈ ഫോം ചെയ്ത് വരും. ഇത് ഹയർ ലോ ഫോം ചെയ്ത് പോകും. ഓക്കെ, ഓക്കെ. ഇനി അടുത്തൊരു പാറ്റേൺ ആണ് ഫ്ലാഗ്. ഫ്ലാഗ് കൊണ്ട് ഇൻവെർട്ടഡ് ഫ്ലാഗ് ഉണ്ട്. ഫ്ലാഗ് ഒരു ബെയറിഷ് ബുള്ളിഷ് പാറ്റേൺ, ഇൻവെർട്ടഡ് ഫ്ലാഗ് ഒരു
ബെയറിഷ് പാറ്റേണുമാണ്. ഇപ്പൊ ഫ്ലാഗ് മേലോട്ടാണെങ്കിൽ ഇപ്പൊ ഈ മേലോട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ സൈഡിലോട്ട് ഇങ്ങനെയൊക്കെ വരാം. ഓക്കെ, ഇതൊരു അപ് ട്രെൻഡ് വന്നിട്ട് ഒരു ഇതുപോലെ ഒരു ട്രിപ്പിൾ ഇതൊക്കെ ഫോം ചെയ്യുവാണെങ്കിൽ ഒരു ട്രിപ്പിൾ ബോട്ടോ ഡബിൾ ബോട്ടോ ഒക്കെ ഫോം ചെയ്ത് ഇതുപോലെ, അല്ലെങ്കിൽ ഒരു വെഡ്ജ് ഇതുപോലെ ഒരു വെഡ്ജ് ഫോം ചെയ്യോ, ഇതുപോലെ ഒരു വെഡ്ജ് ഫോം ചെയ്യോ, ഇതുപോലെ ഒരു ഫ്ലാഗ് വന്നിട്ടാണെങ്കിൽ അവിടുന്ന് അപ് ട്രെൻഡ്. ഇപ്പൊ ഈ ഫ്ലാഗും ഈ റൈസിങ് വെഡ്ജ് കണ്ടിന്യൂഷൻ ഇല്ലേ, ഈ ഫോളിംഗ് വെഡ്ജും ഈ ഫ്ലാഗും ഏകദേശം ഒരേ പാറ്റേൺ ഒക്കെയാണ് വരുന്നത്. ഒന്നുകിൽ ഇങ്ങനെ സ്ക്വയർ ഇതായിട്ട് കിട്ടും, ബോക്സ് ആയിട്ട് തന്നെ ഫ്ലാഗ് കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ കിട്ടും ഫ്ലാഗ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ഹൈറ്റ് ഇല്ലേ, ഈ ഒരു ഹൈറ്റ് ആണ് ഇവിടെ ടാർജറ്റ് എടുത്തേക്കുന്നത്. ഫ്ലാഗിലും അത് തന്നെയാണ് ടാർജറ്റ് എടുക്കുന്നത്. ഈ പോളിന്റെ ഹൈറ്റ് ആണ് ടാർജറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഈ ഫ്ലാഗ് വേണം ഫെയിൽ ആയി കഴിഞ്ഞാൽ താഴോട്ട് പോയിക്കോളും. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഫ്ലാഗ് തിരിച്ച് ബെയറിഷ് ഇൻവേർട്ടഡ് ഫ്ലാഗ് ആണ്, അല്ലെങ്കിൽ ബെയറിഷ് ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല തിരിച്ചു വരും, എന്നിട്ട് അത് ഡൗൺ ട്രെൻഡിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ ഇവിടെ ഇത് പറഞ്ഞ മാതിരി ഇത് ഇൻവേർട്ടഡ് ഫ്ലാഗ് ആണ്. ഇൻവേർട്ടഡ് ഫ്ലാഗ് ഈ റൈസിൻ വെഡ്ജും ഫോളിംഗ് വെഡ്ജും ഓൾമോസ്റ്റ് ഇതിന്റെ ഈ പോള് കൂടെ കിട്ടുവാണെങ്കിൽ, പോള് കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ കിട്ടുവാണെങ്കിൽ ഇത് നമുക്ക് ഫ്ലാഗ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് അത് ബെയറിഷ് ആണ്. ഇനി അവസാനത്തെ ഒരു പാറ്റേൺ കൂടെ കപ്പ് ആൻഡ് ഹോൾഡ് ഹാൻഡിൽ. ഓക്കെ, ഇങ്ങനെ ഒരു പാറ്റേൺ മിക്കപ്പോഴും ഫോം ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇടയ്ക്ക് കാണാൻ കണ്ടിട്ടുണ്ടോ? കപ്പ് ആൻഡ് ഹാൻഡിലും അല്ല. ഇത് വേണമെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടിട്ടുണ്ട്. ഭയങ്കര റിസൾട്ടാണ് ഈ റിസൾട്ട്. ഇത് കപ്പ് ആൻഡ് ഹാൻഡില്, പക്ഷെ ഇത് ഓൾമോസ്റ്റ് കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കപ്പ് ആൻഡ് ഹാൻഡിൽ ഇത് കിട്ടിയില്ല. ഇത് മിക്കപ്പോഴും വരാറുണ്ട് കപ്പ് ആൻഡ് ഹാൻഡിൽ, തപ്പി നോക്കിയാൽ കിട്ടും. ഓക്കെ, നല്ല കപ്പ് ആൻഡ് ഹാൻഡിലൊക്കെ ചില സമയത്ത് സ്റ്റോക്ക് ഓക്കെ കിട്ടി. റെഡിയിലുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. റെഡി ഇന്ന് ബ്രേക്ക് ഔട്ട് ആയില്ലേ? മെനങ്ങാന്ന് ഞാൻ കോൾ ഇട്ടത് ഇന്ന് ബ്രേക്ക് ഔട്ട് ആയത്. അതാ മെനങ്ങാന്ന് ബ്രേക്ക് ഔട്ട് ആവണ്ടായിരുന്നു നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട്. ഇന്ന് പക്ഷെ ബ്രേക്ക് ഔട്ട് ആയി. ഇന്നത്തെ അല്ലേ? ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്തേക്കുന്നുണ്ടോ? ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടത്? മേലോട്ടാണ് പോണ്ടത്. ഇവിടുന്ന് ഇനി ബ്രേക്ക് ഔട്ട് ആയണ്ട, ഈ ഹാൻഡിൽ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് ആയി, ഇനി തിരിച്ചു വരും. ഹാൻഡിൽ ഫോം ചെയ്തിട്ട് കൂടുതൽ സമയം എടുത്ത് ഇനി ഇവിടുന്ന് തിരിച്ച് ഒരു ബുള്ളിഷ് പാറ്റേൺ. ഇന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് ബുള്ളിഷ് ആയിരുന്നു. അപ്പൊ ഇവിടാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ആക്ച്വലി ഇവിടുന്ന് മേലോട്ട് ട്രേഡ് എടുക്കണം. അതാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് പോയിന്റ്. ഇത് തിരിച്ചിവിടെ വരും, ഇതിവിടെ ഇങ്ങനെ തിരിച്ചു വരണം. കപ്പ് ഫോം ചെയ്ത് ക്യാൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ക്യാൻഡിൽ വലുതാണല്ലോ കപ്പിനേക്കാൾ. ഡബിൾ ബോട്ടോ അല്ല, ഡബിൾ ബോട്ടം താഴെ പോയി. ഇതിവിടെ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ വെച്ചു മെനങ്ങാന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതിൽ കപ്പ് ആൻഡ് ഹോൾഡർ ആണെന്ന് വെച്ചിട്ട് കോൾ ഇട്ടത്. പക്ഷെ വീണ്ടും താഴെ പോയി. ഇതുപോലുള്ള പാറ്റേൺസ് നമുക്ക് കിട്ടും.
മിക്കപ്പോഴും വരാറുണ്ട്. സ്റ്റോക്കിനകത്തൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ലോങ് ടേമിൽ നമുക്ക് അങ്ങനെ ഫോം ചെയ്യുന്ന കാണാൻ പറ്റും. ഇപ്പൊ ഇത് നോക്കിയിട്ടാണ് ചിലർ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു പാറ്റേൺസ് എല്ലാം കൺസിഡർ ചെയ്യാറുണ്ട്. സിംഗിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലും അതുപോലെ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്കൊക്കെ നോക്കിയാ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളിഷ് പാറ്റേൺ ആണ്. കപ്പ് ആൻഡ് ഹോൾഡർ ഇങ്ങനെ ഫോം ചെയ്യുവാണെങ്കിൽ ബുള്ളിഷ്. ഇനി ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹോൾഡർ ബെയറിഷ്. ഇപ്പൊ ഹാൻഡില് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യാം. ഇങ്ങനെ യു മാതിരി ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബോക്സ് മാതിരി ഇങ്ങനെ 2 ബോക്സ് വരച്ചു കൊടുത്താൽ അതിനകത്ത് നിൽക്കുവാണെങ്കിലും ഹാൻഡിലായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് താഴേക്കാണ് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ക്യാൻഡിൽസ്റ്റിക് പഠനങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ ബാക്കി നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത്രയും പോരെ? ഇത്രയും ആവശ്യമല്ല ഉള്ളോ? ഇതന്നെ ധാരാളമല്ലേ? ഹലോ, ആരും ഇല്ലേ? ഇത് തന്നെ എന്താകും? ഇത് തന്നെ നോക്കാൻ സമയമില്ല അല്ലേ? പിന്നെ ഞാൻ മറ്റേ ഒരു ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുന്ന കാര്യം. അതൊന്നുകൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ബാങ്ക് നിഫ്റ്റിയില് 1 മിനിറ്റിന്റെ 1 മിനിറ്റ് ഇല്ല, 1 മിനിറ്റില് മറ്റേ ഫിബനാച്ചി എടുക്കുന്നതല്ലേ. പ്രൈസ് ആക്ഷന്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്ക് നിഫ്റ്റി ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം പോയോ? ഫ്യൂച്ചറിലായിരിക്കും വരച്ചത്. വരച്ചിട്ടൊന്നും കാണുന്നില്ല. ഇതിനകത്താണ്. ഓക്കെ, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്നതല്ലേ, യൂഷ്വലി ഇത് അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ജസ്റ്റ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. എല്ലാ ദിവസത്തെയും ക്ലോസിങ് കഴിഞ്ഞ ഒരു മാസത്തെ അല്ല 2, ഞാനിത് 2 മാസം വരച്ചിട്ടുണ്ട്. 2 മാസത്തെ 3 മിനിറ്റ് ക്യാൻഡിൽ ഇടുക. ഓക്കെ, 3 മിനിറ്റ് ക്യാൻഡിൽ ഇട്ടിട്ട് എല്ലാ ദിവസത്തെയും 3 മണിക്കാലത്തെ ക്യാൻഡിൽ ഇല്ലേ, 3 തൊട്ട് 3 വരെ ഉള്ള ഈ ക്യാൻഡില് 3 തൊട്ട് 3 വരെ ഉള്ള, ഇതിപ്പോ ഇന്നത്തെ ക്യാൻഡിലായിരുന്നല്ലോ, 3 തൊട്ട് 3 വരെ ഉള്ള ഇതങ്ങ് മാർക്ക് ചെയ്യുക. റെക്ടാങ്കിൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യുക. ഓക്കെ, റെക്ടാങ്കിൾ ഫോം ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നെ കഴിഞ്ഞ പ്രാവശ്യം. സെറ്റിങ്സ് എടുക്കുക, എക്സ്റ്റെൻഡ് റൈറ്റ് എക്സ്റ്റെൻഡ് ലെഫ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് റെക്ടാങ്കിൾ കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് എല്ലാ ദിവസത്തെയും 3 മണിയുടെ 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്യുക ഫുള്ള്. എന്നിട്ട് നോക്കുക. എന്നിട്ട് നോക്കി കഴിയുമ്പോൾ ഈ കുറെ ഓവർലാപ്പിംഗ് വരും. ഓവർലാപ്പിംഗ് വരുന്നത് നമുക്ക് ഈ കളർ ഡാർക്കായിട്ട് കിട്ടും. ഓക്കെ, ആ സോണിൽ വരുമ്പം ഈ ബാങ്ക് നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് വേണമെങ്കിൽ നമുക്കൊരു ബൈയിങ് സോൺ അല്ലെങ്കിൽ സെല്ലിംഗ് സോൺ, ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്ലൈ സോൺ ആയിട്ട് ആക്ട് ചെയ്യത്. കാരണം വെച്ചാൽ അവിടെ പലപ്പോഴും അവിടെ വന്നിട്ട് ഇത് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ ആ സോണിൽ വരുമ്പം എപ്പോഴും കൺസോളിഡേറ്റ് ആയിരിക്കും. ആ സോണ് ബ്രേക്ക് ചെയ്ത് ഈ വൈറ്റ് ഏരിയ വരത്തില്ലേ, വരുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടും, ഫാസ്റ്റ് മൂവ്മെന്റ്. ഇപ്പൊ മിക്കപ്പോഴും നോക്കിക്കഴിഞ്ഞാണ്ടോ ഈ സോൺ കണ്ട കഴിഞ്ഞ 2 മാസം ആ വൈറ്റ് സോണിലൊന്നുമില്ല. ആ വൈറ്റ് സോണിൽ വരുമ്പോൾ കണ്ടോ ഭയങ്കര ഒറ്റ ക്യാൻഡിലേക്കാ പോകുന്നത്. മേളിൽ കയറി കഴിയുമ്പോൾ ആ ഡാർക്ക് സോണിൽ വന്നു കഴിയുമ്പോൾ ഇത് കൺസോളിഡേഷൻ ആയിരിക്കും. ഈ ഡാർക്ക് സോണിന്റെ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വട്ടം ട്രേഡ് നടന്നിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ആ ഒരു ലെവലിലേക്കാണ് ഏറ്റവും കൂടുതൽ ബൈയും സെല്ലും നടന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വരുമ്പോൾ ഭയങ്കര സ്ലോ ആയി അവിടെ കൺസോൾ. ഇവിടെ കണ്ടോ ആ ഡാർക്ക് ഇല്ലാത്ത ഏരിയ
ഭയങ്കര ഫാസ്റ്റ് മൂവ്മെന്റ് അല്ലേ. ഇതിപ്പോ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ട്രേഡ് കിട്ടും. മനസ്സിലായ? നിങ്ങൾ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് നോക്ക് ഒരു പരീക്ഷ അടിസ്ഥാനത്തില്. ഓക്കെ, ഏത് വെച്ചാ മാർക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ റെക്ടാങ്കിൾ എടുക്കുക. ഓക്കെ. റെക്ടാങ്കിൾ എടുത്തിട്ട് എന്ത് ചെയ്യാ? റെക്ടാങ്കിൾ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വരണമെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ഇപ്പൊ ഇല്ലായിരിക്കും. ഇത് എക്സ്റ്റെൻഡ് റൈറ്റ് എക്സ്റ്റെൻഡ് ലെഫ്റ്റും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് റെക്ടാങ്കിൾ വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ കിട്ടും. എത്ര ദിവസത്തെ 3 മിനിറ്റ് ചെയ്യാനല്ല? ഞാൻ ഇപ്പൊ 2 മാസം ചെയ്തിട്ടുണ്ട് ഇത്. 2 മാസത്തെ. 1 മാസത്തെങ്കിലും മിനിമം ചെയ്ത് നോക്ക്. നമ്മൾ എത്ര കൂടുതൽ ഡാർക്ക്നെസ് കൂടി വരും. ആ സോണിൽ വന്നിട്ട് കൺസോളേറ്റ് ആയി ആ സോണ് ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ അല്ലെങ്കിൽ നല്ലൊരു ഫാസ്റ്റ് മൂവ്മെന്റ് കിട്ടും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചുമ്മാ മാർക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ലൈൻ ഒന്നും വേണ്ട. ലൈൻ ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ലൈൻ ആയിരിക്കും. ഓക്കെ, ഇത് ബാങ്ക് നിഫ്റ്റി മാത്രമാണോ അല്ലെങ്കിൽ എല്ലാത്തിലും അപ്ലിക്കബിൾ ആണോ? ഇല്ല, ഇത് ബാങ്ക് നിഫ്റ്റിക്കാണ് 3 മണിയുടെ ക്യാൻഡിൽ. നിഫ്റ്റിക്ക് വേറെ ടൈമിങ്, അത് ഞാൻ നോക്കിട്ട് പറയാം. ബാങ്ക് നിഫ്റ്റി ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിച്ച്? ഇതൊരു പ്രോ ട്രേഡ് കോപ്പി ചെയ്തതാ, ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല. കോപ്പി ട്രേഡാ, ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സംഭവം വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ആ ഒരു മൂവ്മെന്റ് വരുമ്പോഴേ അവിടുന്ന് ഈ സാധനം പറക്കുന്നുണ്ട്. ഈ വൈറ്റ് ഏരിയാസ് വരുമ്പോൾ ഈ സാധനം പെട്ടെന്ന് മൂവ്മെന്റ് വരുന്നത്. അതുവരെ ഇങ്ങനെ ചത്ത് കിടക്കും. അത് ഇങ്ങനെ ചത്ത് കിടന്ന് ഇങ്ങനെ നടക്കും. ഇവിടെ നോക്കും, വൈറ്റ് ആ ഏരിയ ആ ഏരിയയില് ബയേഴ്സും ഇല്ല സെല്ലേഴ്സും ഇല്ല. അപ്പൊ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അവരാണ് പിന്നെ അത് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെല്ലേഴ്സ് വന്നു, ആ സെല്ലേഴ്സ് ആണ് പിന്നെ ചവിട്ടി താഴെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഇടയ്ക്ക് ആരും റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, വേറെ ബയേഴ്സും സെല്ലേഴ്സും ഒന്നും ഇല്ല ആ ഏരിയയിൽ. അതാണ് അതിന്റെ ഒരു ലോജിക്ക്. അപ്പൊ ഈ 3:30 ഇവിടെ ഈ ക്യാൻഡിൽ നമ്മൾ ഫോം ചെയ്ത് വന്നേക്കുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും സെല്ലിങ്ങും ബൈയിങ്ങും നടന്നിട്ടുകൊണ്ടാണ് നമ്മൾ വീണ്ടും അവിടെ മാർക്ക് ചെയ്യുമ്പോഴത് ഡാർക്കായി വരുന്നത്. ഇപ്പൊ ഈ ഡാർക്ക് സോണിൽ ആക്ടിവിറ്റി കുറവായിരിക്കും, ഭയങ്കര കൺസോൾട്ടേഷൻ ആയിരിക്കും. ഇപ്പൊ ഇന്നലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് സോണിൽ കിടന്ന് കൺസോൾട്ടേഷൻ ആയിരുന്നു. കണ്ടില്ലേ, ഇവിടെ കിടന്ന് കൺസോൾട്ടേഷൻ ആയിരുന്നു. കണ്ടില്ലേ, കാര്യമായിട്ട് ഒരു മൂവ്മെന്റ് ഇല്ല, അവിടെ കിടന്ന് കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇന്ന് കണ്ടോ ആ സോൺ ബ്രേക്ക് ചെയ്ത് കണ്ടോ പോയ പോക്ക് കണ്ടോ താഴോട്ട്? ഇവിടെ കണ്ടോ മേലോട്ട് കയറിയതൊക്കെ? ഇവിടെ കണ്ടോ മേലോട്ട് കയറിയതൊക്കെ? ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഫിബനാച്ചിയുടെ 1 മിനിറ്റിന്റെ ഉണ്ട്, അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഒന്നുമില്ല, അത് ജസ്റ്റ് ഫിബനാച്ചി എടുക്കുക, 1 മിനിറ്റ് ക്യാൻഡിൽ ഇടുക. രാവിലെ ഓപ്പൺ ആക്കുമ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ ഇടുക. 1 മിനിറ്റ് ക്യാൻഡിൽ എടുത്തിട്ട് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നെങ്കിൽ ആദ്യം ക്യാൻഡിൽ മെഷർ ചെയ്ത് നോക്കുക. 1 മിനിറ്റിന്റെ ക്യാൻഡിൽ 50 പോയിന്റ് കൂടുതൽ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പൊ 90 പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് തന്നെ ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല, ഫസ്റ്റ് ക്യാൻഡിൽ കറക്റ്റ് കളർ അറിയണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിനകത്തായിരുന്നു സെറ്റിങ്സില് ഇതില്ലേ, ഇത് അൺടിക്ക് ചെയ്ത് വെക്കുക. സെറ്റിങ്സിൽ ചിലപ്പോ ബ്രോക്കറിനകത്ത് ഗ്രീൻ ആയിട്ടായിരിക്കും വരുന്നത്. ബ്രോക്കർ പ്ലാറ്റ്ഫോമിലെ ട്രേഡിംഗ് വ്യൂവിൽ കറക്റ്റ് കിട്ടണമെങ്കിൽ ഇത് അൺടിക്ക് ചെയ്താൽ മതി. അൺടിക്ക് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ക്യാൻഡിൽ കിട്ടും. ഇതിപ്പോ കറക്റ്റ് ക്യാൻഡില, അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഒരു കണ്ടിന്യൂഷൻ വരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഗ്രീൻ ക്യാൻഡിലൊക്കെ വന്നിരിക്കും. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അങ്ങനൊന്നുമില്ല. ഇല്ല, റെഡ് ആയാലും ഗ്രീൻ ആയാലും നമുക്ക് ഇത് എടുക്കുന്നതിന് വ്യത്യാസമാണ്. ഇപ്പൊ റെഡ് ക്യാൻഡിൽ വന്നു, ഫസ്റ്റ് റെഡ് ക്യാൻഡിലാന്ന് വെച്ചോ. അപ്പൊ നമ്മള് ഇതെടുത്തിട്ട് മെഷർ ചെയ്യുക. റെഡ് ക്യാൻഡിൽ മെഷർ ചെയ്തിട്ട് ഇതിന്റെ 50% ഒരു ലൈൻ ഇടുക. ഓക്കെ, ആ ലൈന് മറ്റേ ഇട്ടില്ല, നടക്കത്തില്ല.
ഓക്കെ, അതിന്റെ 50% നമ്മളൊരു ലൈൻ ഇട്ടു. ലൈൻ ഇട്ട് ഫിബൊനാച്ചി എടുക്കുക. ഫിബൊനാച്ചി റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ താഴത്തെ ഹാഫിൽ ഡ്രോ ചെയ്യുക. ഓക്കെ, സെന്റർ പിടിച്ചിട്ട് താഴത്തെ ക്യാൻഡിലിന്റെ ബോട്ടം വരെ ഡ്രോ ചെയ്യുക. തിരിച്ച് താഴേന്ന് മേലോട്ടും ആ ക്യാൻഡിലിന്റെ ബോട്ടം വരെ ഡ്രോ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഈ ലെവലൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ എത്തി കഴിയുമ്പോൾ ഇത് ഇന്നത്തത് മാർക്കറ്റ് ഇതും ക്ലോസ് ചെയ്ത് പോയി. അപ്പൊ എക്സ്റ്റൻഡഡ് ലെവൽ കിട്ടണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും ഡ്രോ ചെയ്യണം. 2.3.8 ഡ്രോ ചെയ്യണം ഈ ഏരിയയിൽ ക്രോസ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ബാക്കി എക്സ്റ്റൻഡഡ് ലെവലോട് കിട്ടും. ഇനി നോക്കിക്കഴിഞ്ഞാല് രാവിലെ ഇത് വരച്ചിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവലുകളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന കാണാം. കണ്ടോ, ഈ ലെവലിലൊക്കെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട് എടുത്ത് പോയി, ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറി, ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറി, ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറി, ഈ ലെവലൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണും. ഇതിനകത്തൊരു പ്രത്യേകത, ഏതെങ്കിലും ഇവിടുന്ന് ഇപ്പൊ രാവിലെ ഇവിടുന്നത്തെ 50% ബ്രേക്ക് ചെയ്തില്ല, അപ്പൊ അത് അപ് ട്രെൻഡ് പോയില്ല. ഈ 50% കണ്ട, ഇവിടെ ഇന്നത്തെ ഓപ്പണിംഗ് ക്ലോസ് ഇത് ഓപ്പണിംഗ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ 50% വന്നിട്ട് ട്രൈ ചെയ്തു, 2 വട്ടം 3 വട്ടം ട്രൈ ചെയ്തു. ആ 50% ബ്രേക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മേലോട്ട് പോകാൻ സാധ്യതയില്ല. പിന്നെ ഇവിടുന്ന് റിജക്ട് ആയി കഴിഞ്ഞാൽ താഴോട്ട് വരുന്നു. താഴെ വന്നു കഴിഞ്ഞാൽ ഈ 0.5 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ്. ഇവിടെ 0.5 ഉണ്ട്. 0.5 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ 0.5 വരാം. 0.5 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഡൗൺ ട്രെൻഡ്. അത് ഈ സോൺ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ സോൺ കംപ്ലീറ്റ് ആവും. ഈ സോൺ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ അടുത്ത സോണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതും കംപ്ലീറ്റ് ആവും. ഇതും ബ്രേക്ക് ചെയ്ത് പോയിട്ട് അടുത്തതും കംപ്ലീറ്റ് ആവും. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്തിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഓരോ സോണും ഓരോ ലെവലും ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് അടുത്ത്, ഇപ്പൊ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മേലോട്ട് പോയിട്ട് ഇവിടെ പകുതി ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് വന്ന് വെച്ചോ, മേലോട്ട് പോയി ഇവിടെ പോയി തിരിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ വരും. കാരണം ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ സോണിലേക്ക്, മറ്റേ സോണിലേക്ക് കയറിയത് കൊണ്ട് ആ സോൺ കംപ്ലീറ്റ് ആയിട്ടേ പോകത്തുള്ളൂ. ഇവിടെ വന്ന് നോക്ക്, ഇവിടെ വന്ന് ഈ സോണിൽ കയറി, ഈ സോണിയാണ്ട് കാനിൽ ക്ലോസ് ചെയ്ത് ഈ സോണില. അപ്പൊ ഇത് മേലോട്ട് പോയെങ്കിൽ തിരിച്ച് ആ സോണിലേക്ക് വന്ന് തിരിച്ചു വന്ന് ആ സോണും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇവിടുന്ന് പോയത്. ഇനിയിപ്പോ ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് ഇവിടെ ഇച്ചിരി വെളിയിലോട്ട് വന്നു, നമ്മൾ വരച്ചതിന്റെ എന്തെങ്കിലും എന്താ ഇവിടെ വെച്ച് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ക്യാൻഡില്, ഏതെങ്കിലും ക്യാൻഡിലും എല്ലാം ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വരെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ച് സപ്പോർട്ട് എടുത്ത് കയറുന്ന വെച്ചോ, ഓരോ സോണും കയറുന്നതനുസരിച്ച് മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ കുറെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. കണ്ട, ഇപ്പൊ ഇവിടെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്, ഇത് വിക്കല്ല, ഇത് ക്ലോസ് ചെയ്തേക്കുന്ന അടുത്ത സോണില. അവിടുന്ന് തിരിച്ചു വന്നെങ്കിലും തിരിച്ച് ആ സോണിൽ പോയി ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്താണ്ട് ആ സോണി വരെ പോയി, അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നോക്ക്, ഇത് വീണ്ടും ഇവിടെ വന്നു, ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ വന്ന് ടച്ച് ചെയ്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു. അപ്പൊ ഇതിവിടെ വന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും താഴോട്ട് വന്നേനെ. പിന്നെ ഈ വരയ്ക്കുന്ന ലൈനിന്റെ മേലോട്ടാണ് പോകുന്നതെങ്കിൽ അത് അപ് ട്രെൻഡിലേക്കായിരിക്കും പോകുന്നത്, മേളിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. മേളിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മേളിലത്തെ ഈ ലെവലുകൾ മാർക്ക് ചെയ്യണം. ആ ലെവലുകൾ ക്രോസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വൈറ്റ് ഏരിയ വരുന്നിടത്ത്, ഇപ്പൊ ഇവിടുന്ന് ഈ ലെവൽ ക്രോസ് ചെയ്ത് വൈറ്റ് ഏരിയ വരിക, നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റ് നമുക്ക് നല്ലതായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെ പോകുന്ന നമുക്ക് ഉറപ്പാണ്. ആ ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ലെവൽ വരെ ഇത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇതിന്റെ ഐഡിയാസ് കണ്ടുപിടിക്കുക. യൂഷ്വലി ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കറക്റ്റ് ആ ലെവലിൽ തന്നെ. ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ മുകളിലേക്ക് വരയ്ക്കും. ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ പകുതിക്ക് മേളിൽ നിന്ന് അങ്ങോട്ടാണ് തിരിച്ചാണ് ഫിബൊനാച്ചി വരയ്ക്കുന്നത്. ഇപ്പൊ റെഡ് ക്യാൻഡിലാണ് നമ്മൾ താഴോട്ട് വരച്ചു, പകുതി എടുത്തില്ലേ, താഴത്തെ പകുതിയിൽ വരച്ചു. ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ മേലത്തെ പകുതിയിലാണ് വരയ്ക്കുന്നത്. 40 പോയിന്റുള്ള ക്യാൻഡിലാണെങ്കിലോ ആ ക്യാൻഡിൽ ഫുള്ള് വരയ്ക്കുമോ? ആ ക്യാൻഡിൽ ഫുൾ എടുക്കുക. 50 പോയിന്റ് താഴെ ആണെങ്കിൽ ക്യാൻഡിൽ ഫുൾ എടുക്കുക. നിഫ്റ്റിയിലാണെങ്കിൽ ക്യാൻഡിൽ ഫുൾ എടുത്താൽ മതി. ഫുൾ എടുക്കുമ്പോ നമുക്ക് പിന്നെ താഴേക്ക് വരയ്ക്കുന്നത് മുകളിലേക്ക് വരയ്ക്കും കൺഫ്യൂഷൻ വരൂല അല്ലേ?
ഇല്ല ഇല്ല, ബാങ്ക് നിഫ്റ്റി ക്യാൻഡിൽ വലുതായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ചിലപ്പോ 150 പോയിന്റ്, 100, 120 പോയിന്റ് ഒക്കെ ഉള്ള ക്യാൻഡിലൊക്കെ വരുമല്ലോ, അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ മേലത്തെ ഹാഫിൽ വരയ്ക്കുക, റെഡ് ക്യാൻഡിലാണ് താഴത്തെ ഹാഫിൽ വരയ്ക്കുക. 50 പോയിന്റ് കുറവാണെങ്കിൽ ഫുൾ ക്യാൻഡിലിൽ എടുത്ത് വരയ്ക്കുക. അപ്പൊ മേലോട്ടുള്ള ലെവലും കിട്ടും, താഴോട്ടുള്ള ലെവലും കിട്ടും. അപ്പൊ പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മേലോട്ട് പോകും. അല്ല അന്നത്തെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോകും. ഇല്ല 50% ആണ്, 50% ബ്രേക്ക് ചെയ്ത് ഈ ക്ലോസിംഗും ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ഡേ ക്ലോസിംഗും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ടാകുമ്പോൾ അന്നത്തെ ട്രെൻഡ് മേലോട്ടായിരിക്കും. മനസ്സിലല്ലേ? ഇത് രാവിലെ അപ്പൊ എന്ന് വെച്ചാൽ രാവിലെ ഉടനെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചു നേരം നോക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ബ്രേക്ക് ഔട്ട് ഒക്കെ കിട്ടുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഈ ലെവലിൽ നിന്ന് ഇവിടുന്ന് റിജക്ഷൻ ആയി, ഇപ്പൊ 3 വട്ടം പോയി റിജക്റ്റ് ആയി, അപ്പൊ ഒരു കൺഫർമേഷൻ ആയി. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത്, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ബ്രേക്ക് ചെയ്ത്, അപ്പൊ ഇത് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ ആ ദിവസം ഇന്ന് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ലെവൽ വന്നു കഴിയുമ്പോൾ ട്രേഡ് എടുക്കണം. ഈ ക്യാൻഡിലൊക്കെ ട്രേഡ് എടുക്കാം. ചിലപ്പോൾ ഈ ക്യാൻഡിൽ ട്രേഡ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ നല്ലൊരു മൂവ്മെന്റ് കിട്ടും ഇവിടെ വരെ. അങ്ങനെ നോക്കി ചെയ്യണം. അത് ഒരു ലോട്ട് ഇട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അതിന് മുന്നേ ഇതുപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ഈ ബാക്ക്ഗ്രൗണ്ടിൽ. അത് ഞാൻ പറഞ്ഞ ലൈൻ ഒന്നും ഇടാതെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ഫിബൊനാച്ചി എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് സോണാ, ഡീപ്പ് സോൺ ഏതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഉഷാറല്ലേ? ഓക്കെ അല്ലേ? മാഡം ഉണ്ടോ? മാഡം ഒന്നും പറഞ്ഞില്ല. ഉണ്ട്. ട്രേഡ് നടക്കുന്നുണ്ടോ? ഉണ്ടോ? ട്രേഡ് നടക്കുന്നുണ്ടോ? ഇപ്പൊ ചെയ്യുന്നുണ്ടോ ഇപ്പൊ ട്രേഡ്? ഓപ്ഷൻ ചെയ്യുന്നില്ല, കുറച്ച് നാളായിട്ട് പിങ് മാത്രമേ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇന്ന് ക്ലിയർ ആയില്ല എല്ലാവർക്കും? ക്ലിയർ. ഓക്കെ, അപ്പൊ താങ്ക്സ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ മിക്കവാറും ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും അടുത്ത ആഴ്ച. അത് ഞാൻ പറഞ്ഞില്ല, RSI, VWAP, ഫിബൊനാച്ചി, നമ്മുടെ ബോളിഞ്ചർ ബാൻഡ്, ഇത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഇപ്പൊ ഇന്ന് പറഞ്ഞൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ, ശരിയെന്നാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നൈറ്റ്.